നമസ്കാരം. 9 മണി വാർത്ത തുടങ്ങുന്നു. ആദ്യം ഈ മണിക്കൂറിലെ വാർത്തകൾ വേഗത്തിൽ നോക്കാം. പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഗാഡ്ഗിൽ അന്തരിച്ചു. അന്ത്യം പൂനെയിലെ ആശുപത്രിയിൽ. 83 വയസ്സായിരുന്നു. സംസ്കാരം വൈകിട്ട് 4-ന്. വിട പറഞ്ഞത് പരിസ്ഥിതിയെ തൊട്ടറിഞ്ഞ സാമൂഹ്യ ശാസ്ത്രജ്ഞൻ. നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ കോടതിക്കും ജഡ്ജിക്കുമെതിരെ ഗുരുതര പരാമർശങ്ങളുമായി നിയമോപദേശം. മെമ്മറി കാർഡ് ചോർന്ന കേസിൽ സംശയനിഴലിലായതിനാൽ ജഡ്ജിക്ക് വിധി പറയാൻ അവകാശമില്ലെന്ന് നിയമോപദേശം. ദിലീപിനെതിരെ സമർപ്പിച്ച ഗൌരവമേറിയ നിരവധി തെളിവുകൾ പക്ഷപാതത്തോടെ തള്ളിയെന്നും നിയമോപദേശത്തിലുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സിറോ മലബാർ സഭയുടെ പിന്തുണ തേടി വി.ഡി. സതീശൻ സിനഡ് നടക്കുന്ന സഭാ ആസ്ഥാനത്ത് ബിഷപ്പുമാരുമായി കൂടിക്കാഴ്ച നടത്തി. ചർച്ച നടത്തിയത് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഉൾപ്പെടെയുള്ള ബിഷപ്പുമാരുമായി. സഭയുടെ ആവശ്യങ്ങൾ പരിഗണിക്കാമെന്ന് സതീശന്റെ ഉറപ്പ്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വികസനവും രാഷ്ട്രീയവും ഒരുപോലെ പറയാൻ സർക്കാർ. 100 മുതൽ 110 സീറ്റ് വരെ ലക്ഷ്യം. ഓരോ മണ്ഡലത്തിനും പ്രത്യേക പദ്ധതികൾ. ബജറ്റിൽ പരമാവധി ക്ഷേമ പദ്ധതികൾ ഉറപ്പാക്കാനും നിർദ്ദേശം. തുടർ ഭരണത്തിന് വഴി തേടുന്ന നിർദ്ദേശങ്ങൾ 4 മണിക്കൂറോളം നീണ്ട യോഗത്തിൽ. കേരളത്തിൽ മികച്ച ജയം ഉറപ്പാക്കാൻ 4-അംഗ സമിതിക്ക് ചുമതല നൽകിയ കോൺഗ്രസ് ദേശീയ നേതൃത്വം. സച്ചിൻ പൈലറ്റിന്റെ നേതൃത്വത്തിൽ 4-അംഗ സംഘം നിരീക്ഷകരാകും. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ CPI നേതൃയോഗങ്ങൾ ഇന്നും നാളെയും. മുഖ്യമന്ത്രിയാകാനില്ലെന്ന് VM സുധീരൻ. തെരഞ്ഞെടുപ്പ് രംഗത്തേക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. 2004-ൽ മത്സരിച്ചത് ഹൈക്കമാൻഡ് നിർദ്ദേശപ്രകാരം. 2009-ൽ താൻ മാറി നിന്നതിനാൽ KC വേണുഗോപാലിന് MP ആകാൻ കഴിഞ്ഞുവെന്നും സുധീരൻ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതികളുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിൽ. A. പത്മകുമാറിന്റെയും സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധന്റെയും അപേക്ഷകൾ പരിഗണിക്കും. നിരപരാധികളെന്ന് ഇരുവരും ജാമ്യാപേക്ഷയിൽ. തെരുവുനായ വിഷയത്തിലെ ഹർജികളിൽ സുപ്രീം കോടതിയിൽ വാദം തുടരും. സ്വമേധയാ എടുത്ത കേസിലാണ് 3-അംഗ ബെഞ്ചിലെ വാദം. നേരത്തെ പുറത്തിറക്കിയ ഇടക്കാല ഉത്തരവ് പ്രകാരം നടപ്പാക്കിയ വിഷയങ്ങൾ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾ സുപ്രീം കോടതിയെ ധരിപ്പിച്ചു. ഇന്നലെ വാദം കേൾക്കുന്നതിനിടെ കടിക്കാതിരിക്കാൻ നായകൾക്ക് കൌൺസിലിംഗ് നൽകാമെന്നും അതുമാത്രമാണ് ഇനി ബാക്കിയെന്നും മൃഗസ്നേഹികളെ പരിഹസിച്ച് സുപ്രീം കോടതി പറഞ്ഞു. ഗ്രീൻലാൻഡ് വിഷയത്തിൽ നാറ്റോ രാജ്യങ്ങൾക്കെതിരെ ആഞ്ഞടിച്ച് ട്രംപ്. US ഇല്ലാതെ മറ്റ് നാറ്റോ രാജ്യങ്ങൾ ഉണ്ടോ എന്ന ചോദ്യം. യുക്രൈന് രക്ഷയായത് അമേരിക്കൻ ഇടപെടലെന്നും ട്രംപ്. പരമോന്നത നേതാവിനെതിരെ തിരിഞ്ഞ് ഇറാൻ ജനത. ഖമനേയിക്ക് മരണം എന്ന മുദ്രാവാക്യവുമായി ജനക്കൂട്ടം തെരുവിൽ. പോലീസിലെ ഒരു വിഭാഗവും പ്രക്ഷോഭകർക്കൊപ്പമെന്ന് സൂചന. ഖമനേയിക്ക് താക്കീതുമായി US. വിജയ് ചിത്രം ജനനായകന്റെ റിലീസ് മാറ്റി. നാളെ ചിത്രത്തിന്റെ സെൻസർ വിഷയത്തിൽ മദ്രാസ് ഹൈക്കോടതി വിധി പറയും. ശിവകാർത്തികേയൻ ചിത്രം പരാശക്തിയുടെ ബുക്കിംഗിന് തുടക്കമായി. പുതിയ റിലീസിംഗ് തീയതി പ്രഖ്യാപിച്ചിട്ടില്ല. പ്രശസ്ത പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഗാഡ്ഗിൽ അന്തരിച്ചു. പൂനെയിലെ ആശുപത്രിയിലായിരുന്നു അന്ത്യം. 83 വയസ്സായിരുന്നു. വിവരങ്ങളുമായി ER രാകേഷ്, പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ എന്നതിലപ്പുറം തികഞ്ഞ പ്രകൃതി സ്നേഹിയും സാമൂഹ്യ ശാസ്ത്രജ്ഞനുമായിരുന്നു മാധവ് ഗാഡ്ഗിൽ. കേരളത്തെ സംബന്ധിച്ച് ആ പേര് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹത്തിൻ്റെ വിയോഗം കേരളത്തിന് വലിയ നഷ്ടവുമാണ്. എപ്പോഴായിരുന്നു അന്ത്യം? എന്തൊക്കെയാണ് വിവരങ്ങൾ? ശ്രീജ, പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമാണ് പൂനെ. ഈ പൂനെയിൽ ജനിച്ച മാധവ് ഗാഡ്ഗിലിൻ്റെ ജീവിതം അത്രയും പശ്ചിമഘട്ട സംരക്ഷണത്തിനും പരിസ്ഥിതിക്കും വേണ്ടിയായിരുന്നു. കാരണം അവിടുത്തെ പ്രകൃതിയിലും ഒപ്പം തന്നെ സാംസ്കാരിക വൈവിധ്യത്തിലുമൊക്കെ തന്നെ അദ്ദേഹം സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കും തന്നെ അവിടുത്തെ പ്രകൃതിയിലും ഒപ്പം തന്നെ സാംസ്കാരിക വൈവിധ്യത്തിലുമൊക്കെ തന്നെ ആകൃഷ്ടനായി. തുടർന്ന് അദ്ദേഹം ഒരു പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞനാകുന്നതാണ് രാജ്യവും ഒപ്പം തന്നെ ലോകവും കണ്ടത്. അദ്ദേഹത്തിൻ്റെ വിയോഗം ഇന്നലെ രാത്രിയായിരുന്നു. 83 വയസ്സായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ
സിദ്ധാർത്ഥ ഗാഡ്ഗിൽ തന്നെയാണ് മരണവിവരം അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ശ്രീജ സൂചിപ്പിച്ച പോലെ തന്നെ പ്രകൃതിയെ ഇത്രത്തോളം അടുത്തറിഞ്ഞ മറ്റൊരു വ്യക്തി സമീപകാലത്ത് രാജ്യത്ത് ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതം ഉടനീളം പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടിയായിരുന്നു. പ്രത്യേകിച്ച് നാശം ആയിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നാശത്തിൻ്റെ വക്കിലുള്ള പശ്ചിമഘട്ട സംരക്ഷണത്തിന് വേണ്ടിയായിരുന്നു എന്ന കാര്യത്തിൽ പറയുന്നതിൽ ഒരു തർക്കവുമില്ല. കാരണം അദ്ദേഹം പഠനം ആദ്യം പൂനെയിലായിരുന്നു, പിന്നീട് ഹാർവാർഡിൽ അദ്ദേഹം പഠിച്ചു. അതിനുശേഷം മടങ്ങിയെത്തിയ ശേഷം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ ബംഗളൂരുവിൽ ഏതാണ്ട് 30 വർഷക്കാലം അദ്ദേഹം സേവനമനുഷ്ഠിക്കുകയും ചെയ്തു. ഈ കാലങ്ങളിലൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടിയായിരുന്നു. പ്രത്യേകിച്ച് ഇന്ത്യയുടെ ജൈവ വൈവിധ്യത്തിൻ്റെ കരട് രൂപം തയ്യാറാക്കുന്നതൊക്കെ തന്നെ അദ്ദേഹം നിർണായക പങ്ക് വഹിച്ചു. 2011 പശ്ചിമഘട്ട സംരക്ഷണത്തിനായുള്ള സമിതി രൂപീകരിക്കുന്ന മാധവ് ഗാഡ്ഗിൽ അധ്യക്ഷനായ സമിതി രൂപീകരിക്കുന്നത്. പ്രത്യേകിച്ച് അത് പശ്ചിമഘട്ടം നിലനിൽക്കണമെങ്കിൽ അതിനെ 3 തലങ്ങളിലുള്ള തിരിച്ചുകൊണ്ടുള്ള സംരക്ഷണം വേണം എന്ന ആവശ്യമാണ് ആ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് പരിസ്ഥിതി ലോല മേഖലകളാക്കി പല മേഖലകളും തിരിക്കണമെന്നടക്കമുള്ള നിർദ്ദേശങ്ങളുണ്ടായിരുന്നു. അത് വലിയ രാഷ്ട്രീയ വിവാദമായതാണ് പിന്നീട് രാജ്യത്തുടനീളം കണ്ടത്. കേരളത്തിലടക്കം അതൊരു രാഷ്ട്രീയ വിഷയമായി മാറുകയും ചെയ്തു. വലിയ പ്രതിഷേധങ്ങളൊക്കെ തന്നെ സംസ്ഥാനത്തും ഉണ്ടാവുകയും വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഇതിനൊപ്പം ചേരുകയും എതിർക്കുന്ന സാഹചര്യമൊക്കെ തന്നെ നമ്മൾ കണ്ടതുമാണ്. പ്രത്യേകിച്ച് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ തന്നെ അതിൻ്റെ ഒരു ഉദാഹരണവുമായിരുന്നു. ഇടുക്കിയിലൊക്കെ കണ്ടത് അതിൻ്റെ പ്രകടമായ ഉദാഹരണമാണ്. ഏതായാലും അന്ന് അദ്ദേഹം പറഞ്ഞ പല വാക്കുകളും അല്ലെങ്കിൽ അദ്ദേഹം നടത്തിയ ചില പ്രവചനങ്ങളും തന്നെ പിന്നീട് യാഥാർത്ഥ്യമാകുന്നത് നമ്മൾ കണ്ടു. കാരണം കേരളം മുൻപ് കണ്ടില്ലാത്ത നൂറ്റാണ്ടിലെ പ്രളയം ഉണ്ടായത് 2018 അന്ന് മാധവ് ഗാഡ്ഗിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ കേരളം കേട്ടതാണ്. ആദ്യഘട്ടത്തിൽ മാധവ് ഗാഡ്ഗിൽ പറഞ്ഞ കാര്യങ്ങളോട് വലിയ എതിർപ്പുകളൊക്കെ തന്നെ കേരളത്തിൽ ഉണ്ടായെങ്കിൽ പോലും പ്രളയമുണ്ടായ ശേഷം മാധവ് ഗാഡ്ഗിൽ നേരത്തെ പറഞ്ഞത് എത്ര ശരിയായിരുന്നു എന്ന് കേരളം ചിന്തിച്ച നാളുകളാണ് കടന്നുപോയത്. അതിനുശേഷം വയനാടിൻ്റെ പല ഭാഗങ്ങളിലും ഉരുൾപൊട്ടലടക്കമുണ്ടായി. 2018 പുത്തുമല ഉണ്ടാകുന്നത്. അതിനുശേഷം കഴിഞ്ഞ വർഷമാണ് അവിടെ വലിയ തോതിൽ വയനാട്ടിൽ നാശം വിതച്ച വയനാട് ദുരന്തമുണ്ടാകുന്നത്. അപ്പോഴൊക്കെ തന്നെ മാധവ് ഗാഡ്ഗിലിൻ്റെ മുൻപ് പറഞ്ഞ വാക്കുകൾ, അതായത് പശ്ചിമഘട്ട സംരക്ഷണം എത്രമാത്രം അനിവാര്യമാണെന്ന് കേരളം ഓർക്കുന്നതാണ് കണ്ടത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ വിയോഗം ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നു. 83 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് വൈകിട്ട് 4 മണിക്ക് പുനെയിൽ നടക്കും എന്നാണ് ഇപ്പോൾ കുടുംബം അറിയിച്ചിരിക്കുന്നത്. ശ്രീജ. രാഗേഷാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ കോടതിക്കും ജഡ്ജിക്കുമെതിരെ ഗുരുതര പരാമർശങ്ങളുമായി നിയമോപദേശം. മെമ്മറി കാർഡ് ചോർന്ന കേസിൽ സംശയനിഴലിലായതിനാൽ ജഡ്ജിക്ക് വിധി പറയാൻ അവകാശമില്ലെന്നാണ് നിയമോപദേശത്തിൽ പറയുന്നത്. ദിലീപിനെതിരെ സമർപ്പിച്ചത് ഗൗരവമേറിയ നിരവധി തെളിവുകൾ പക്ഷപാതത്തോടെ തള്ളിയെന്നും നിയമോപദേശത്തിലുണ്ട്. നവമി ദിനേശ് വിവരങ്ങളുമായി. നവമി, വളരെ ഗൗരവമേറിയ പരാമർശങ്ങളാണ് നിയമോപദേശത്തിലുള്ളത്. ഏത് സാഹചര്യത്തിലാണ് സർക്കാർ ഇങ്ങനെയൊരു നിയമോപദേശം തേടിയത്? ഒരുപക്ഷെ ഈ വിധി വന്ന ശേഷം സമൂഹത്തിൽ ഉയർന്നു വന്ന പല വിമർശനങ്ങളെയും അടിവരയിടുന്നതല്ലേ ഇപ്പോൾ നൽകിയിട്ടുള്ള ഈ നിയമോപദേശം? തീർച്ചയായും ശ്രീജ, നമുക്കറിയാം ഈ നടിയെ ആക്രമിച്ച കേസിന്റെ വിധി വന്നതിന് ശേഷവും ഇത്രയേറെ ചർച്ച ചെയ്യപ്പെട്ട മറ്റൊരു കേസും ഉണ്ടാകില്ല. അതിന്റെ വിധി വന്നതിന് ശേഷം അതിൽ പ്രധാനപ്പെട്ട 8ാം പ്രതിയായിട്ടുള്ള നടൻ ദിലീപിനെ വെറുതെ വിട്ടതുമായി ബന്ധപ്പെട്ട ജഡ്ജിയെ തുടക്കം മുതൽ തന്നെ വളരെയേറെ വിമർശിച്ചു. അത് അതിജീവിത ഉൾപ്പെടെ ഈ ജഡ്ജിക്കെതിരെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അതിനാണ് ഇപ്പോൾ നേരത്തെ തന്നെ സർക്കാർ നിലപാടെടുത്തതാണ്. അതിജീവിതയ്ക്കൊപ്പം തന്നെയാണ് ഇതിലെ അപ്പീൽ നൽകും എന്ന് നേരത്തെ തന്നെ അറിയിക്കുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രോസിക്യൂഷൻ ഏജിയോട് നിയമോപദേശം ആവശ്യപ്പെട്ടത്. ആ നിയമോപദേശത്തിലാണ്, അതായത് സർക്കാരിന് നൽകിയ നിയമോപദേശത്തിലാണ് ഈ ഇത്രയും കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. ഇതിൽ പ്രധാനമായും പറയുന്നത് വിധി പറയാൻ ജഡ്ജി അർഹയല്ല. മെമ്മറി കാർഡ് ചോർന്ന കേസിലെ സംശയ നിഴലിലായ വിചാരണ കോടതി ജഡ്ജിയാണ്. അതിനാൽ ജഡ്ജിക്ക് വിധി പറയാൻ അവകാശം ഇല്ല എന്നതാണ് ഈ നിയമോപദേശത്തിൽ പ്രധാനമായും പറയുന്നത്. ഒപ്പം ദിലീപിനെ വെറുതെ വിടാൻ എഴുതിയ വിധിയാണ്. ദിലീപിനെതിരെ സമർപ്പിച്ചിരിക്കുന്നത് ഗൗരവമേറിയ നിരവധി തെളിവുകളാണ്. അതായത് ദിലീപിനെതിരെ നിരവധി തെളിവുകൾ സമർപ്പിക്കുകയും ചെയ്തു. പക്ഷേ ജഡ്ജി അതൊന്നും പരിഗണിക്കാതെ ദിലീപിനെ എങ്ങനെ വെറുതെ വിടാമെന്നത് മാത്രം നോക്കിക്കൊണ്ടുള്ളൊരു വിധിയാണ് പുറപ്പെടുവിച്ചത്. എല്ലാം പക്ഷപാതത്തോടെയാണ് കോടതി തള്ളിയത്. ജഡ്ജിയുടെ പെരുമാറ്റത്തിലും വിവേചനമുണ്ടായി. തെളിവുകൾ പരിശോധിക്കാൻ കോടതി സ്വീകരിച്ചത്
രണ്ട് തരം സമീപനമാണ്. അതായത് 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്കെതിരെ അംഗീകരിച്ച തെളിവുകൾ പോലും ദിലീപിനെതിരെ അംഗീകരിച്ചിട്ടില്ല എന്നുകൂടി ഈ സർക്കാരിന് കൊടുത്ത നിയമോപദേശത്തിൽ പറയുന്നുണ്ട്. ഒപ്പം തെളിവ് നശിപ്പിക്കാൻ കൂട്ടുനിന്നെന്ന് തെളിഞ്ഞ ദിലീപിന്റെ അഭിഭാഷകരെ തുടരാൻ അനുവദിച്ചു. മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങളൊക്കെ നിലനിന്നിരുന്നു. എങ്കിൽ പോലും ഈ അതിജീവിതയും പ്രോസിക്യൂഷനും ഒക്കെ ദിലീപിന്റെ അഭിഭാഷകർക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. എങ്കിൽ പോലും അവരെ തുടരാൻ അനുവദിച്ചു എന്നുള്ളത് ഗുരുതരമായിട്ടുള്ള തെറ്റാണെന്ന് തന്നെയാണ് ഈ നിയമോപദേശത്തിൽ പറയുന്നത്. അവരുടെ പ്രവൃത്തിയെ അനുമോദിക്കുന്ന തരത്തിലായിരുന്നു ഈ ജഡ്ജിയുടെ വിധി പറഞ്ഞിരിക്കുന്നത്. ആ വിധി പകർപ്പിലും അങ്ങനെയുള്ള പരാമർശങ്ങൾ ഉണ്ടായി. എന്തായാലും അടുത്ത ആഴ്ചയ്ക്കുള്ളിൽ സർക്കാർ അപ്പീൽ നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ സർക്കാർ ഇതിന്റെ വിധി വന്നതിന് ശേഷം തന്നെ പറഞ്ഞിരുന്നു ഉറപ്പായും അപ്പീൽ നൽകും. അതിജീവിതയ്ക്കൊപ്പം തന്നെയാണ്. വലിയ പ്രതിഷേധം തന്നെയാണ് സമൂഹത്തിൽ നിന്നും ഉയർന്നത് ഈ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട. ഇതിൽ അതിജീവിത പോലും പരസ്യമായിട്ട് തന്റെ പ്രതിഷേധം രേഖപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിരുന്നു. അതിനിടയിലാണ് സർക്കാരിന് ലഭിച്ച നിയമോപദേശത്തിൽ ജഡ്ജിക്കെതിരെ ഗുരുതരമായിട്ടുള്ള പരാമർശങ്ങൾ ഉള്ളത്. നവമിയാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാന വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി നവമി നൽകും. അത് ഇന്നലെ നടന്ന ഒരു കൂടിക്കാഴ്ച സംബന്ധിച്ചാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സിറോ മലബാർ സഭയുടെ പിന്തുണ തേടി VD സതീശൻ സിനഡ് നടക്കുന്ന സഭാസ്ഥാനത്ത് ബിഷപ്പുമാരുമായി പ്രതിപക്ഷ നേതാവ് കൂടിക്കാഴ്ച നടത്തി. മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഉൾപ്പെടെയുള്ള ബിഷപ്പുമാരുമായാണ് ചർച്ച നടത്തിയത്. JB കോശി കമ്മീഷൻ റിപ്പോർട്ടിലെ കണ്ടെത്തലുകളിൽ പരിഹാരം വേണമെന്ന് സഭാ നേതൃത്വം സതീശനോട് ആവശ്യപ്പെട്ടു. സഭയുടെ ആവശ്യങ്ങൾ പരിഗണിക്കാമെന്ന് VD സതീശൻ ഉറപ്പ് നൽകി. നവമി വിവരങ്ങൾ നൽകും. നവമി, അതീവ രഹസ്യമായ ഒരു കൂടിക്കാഴ്ച, ഔദ്യോഗിക വാഹനം ഒഴിവാക്കി പ്രതിപക്ഷ നേതാവ് എത്തി 1 മണിക്കൂറോളം രാത്രി അവിടെ ചെലവഴിച്ച് ചർച്ച നടത്തുമ്പോൾ സ്വാഭാവികമായും അതിന് പ്രത്യേകതകൾ കൂടുതലാണ്. ഈ JB കോശി കമ്മീഷൻ റിപ്പോർട്ടിലെ അതൃപ്തി കഴിഞ്ഞ ദിവസമാണ് സഭ പ്രത്യക്ഷമായി തന്നെ പ്രകടിപ്പിച്ചത്. അതിനു പിന്നാലെ നടക്കുന്ന ഈ കൂടിക്കാഴ്ചയാവുമ്പോൾ ഇരുപക്ഷവും അങ്ങോട്ടും ഇങ്ങോട്ടും ഉറപ്പുകളൊക്കെ നൽകിയിട്ടുണ്ടാവുമെന്ന് ഉറപ്പാണ്. നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ശ്രീജ, സാധാരണ ഈ രാഷ്ട്രീയ നേതാക്കൾ ബിഷപ്പ് ഹൗസിൽ ചെന്ന് ബിഷപ്പുമാരെ കാണുന്നത് പുതിയ സംഭവമല്ല. അത്രയേറെ വാർത്തയാകേണ്ട കാര്യവുമില്ല. പക്ഷേ ഇവിടെ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ സന്ദർശനമാണ് ഏറെ ചർച്ച ചെയ്യപ്പെടുന്നത്. അത് മറ്റൊന്നും കൊണ്ടല്ല, ഇതിനു മുൻപ് പോലും പ്രതിപക്ഷ നേതാവിൻ്റെ ചില പരാമർശങ്ങൾ, ഈ മതമേലധ്യക്ഷന്മാരുമായിട്ടുള്ള രഹസ്യ കൂടിക്കാഴ്ചകൾക്കൊന്നും താല്പര്യം പ്രകടിപ്പിക്കാത്ത ആളാണ് താൻ എന്ന തരത്തിലുള്ള പല പരാമർശങ്ങളും പ്രതിപക്ഷ നേതാവ് നേരത്തെ നടത്തിയിരുന്നു. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോഴാണ് VD സതീശന്റെ ഈ രഹസ്യ കൂടിക്കാഴ്ച എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ രാത്രി 9:30 ബിഷപ്പ് ഹൗസിൽ എത്തുന്നത്. അതും ഈ സിനഡ് നടക്കുമ്പോൾ മറ്റ് ആരെയും, പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കന്മാരാരെയും തന്നെ ബിഷപ്പുമാർ കൂടിക്കാഴ്ച നടത്തുവാനോ അല്ലെങ്കിൽ അവരെ ക്ഷണിക്കുകയോ ഒന്നും തന്നെ ഇല്ല. കാരണം അത്രമാത്രം അവരുടേതായിട്ടുള്ള, അതായത് ഈ സിനഡ് എന്ന് പറയുന്നത് സഭാ മേലധ്യക്ഷന്മാരുടെ, അതായത് ബിഷപ്പുമാരുടെ മാത്രമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയാണ്. അവരുടെ മാത്രമായിട്ടുള്ളൊരു യോഗമാണ് ആ സമയത്ത് നടക്കുന്നത്. അവിടെയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ സന്ദർശനം. എന്തായാലും ബിഷപ്പുമാർ ക്ഷണിച്ചിട്ടല്ല VD സതീശൻ പോയത്. പകരം അവരെ കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഇന്നലെ രാത്രി 9:30 VD സതീശൻ അവിടെ എത്തുകയും 10:30 1 മണിക്കൂറിലേറെ നേരം കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമാണ് VD സതീശൻ തിരിച്ചു പോയത്. ഒപ്പം അത്താഴ വിരുന്നിൽ കൂടി പങ്കെടുത്തു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇതിൽ പ്രധാനമായും ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ സഭയുടെ ഒരു പിന്തുണ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് VD സതീശന്റെ ഈ സന്ദർശനം എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. അതോടൊപ്പം തന്നെ ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തൊക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്തു എന്നാണ്. ഇതിൽ ഈ ബിഷപ്പുമാർ, അതായത് സഭ നേരിടുന്ന പ്രശ്നങ്ങൾ, ചില ആശങ്കകൾ, ഇതെല്ലാം പ്രതിപക്ഷ നേതാവുമായി പങ്കുവച്ചു. തങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ ഈ സഭയുടെ എല്ലാ പ്രശ്നങ്ങളും അല്ലെങ്കിൽ ക്രൈസ്തവ വിഭാഗം നേരിടുന്ന ആശങ്കകളും അവർ നേരിടുന്ന പ്രതിസന്ധിയും എല്ലാം പരിഹരിക്കുമെന്ന ഉറപ്പ് നൽകിക്കൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അവിടെ നിന്നും ഇറങ്ങിയത്. ഒപ്പം പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾക്കുള്ള നിർദ്ദേശം തേടിയിട്ടുമുണ്ട്. ഭിന്നശേഷി അധ്യാപക നിയമനം, വന്യജീവി ആക്രമണം, കാർഷിക വിഷയങ്ങൾ എന്നിവയെല്ലാം പരിഗണിക്കണമെന്നാണ് സഭയുടെ പ്രധാനപ്പെട്ട ആവശ്യം. ഒപ്പം JB കോശി കമ്മീഷൻ റിപ്പോർട്ടിലെ കണ്ടെത്തലുകളും പരിഹരിക്കണമെന്നുകൂടി
വി ഡി സതീശനോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഏറെ നിർണായകമായുള്ള ഒരു കൂടിക്കാഴ്ച തന്നെയാണ്. മറ്റൊന്ന്, തന്റെ ഔദ്യോഗിക വാഹനം ഉപേക്ഷിച്ച് മറ്റൊരു കാറിൽ രഹസ്യമായിട്ടാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ബിഷപ്പ് ഹൗസിലെത്തി ബിഷപ്പുമാരെ കണ്ടത്. ശ്രീജ. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അടിമുടി മാറാൻ മുഖ്യമന്ത്രി. പ്രവർത്തന ശൈലിയിലും പൊതുപ്രതികരണങ്ങളിലും സമീപനം മാറ്റും. തെരഞ്ഞെടുപ്പിന് മുൻപ് സോഷ്യൽ എഞ്ചിനീയറിംഗ് ഫലപ്രദമാക്കാനും സാമുദായിക പിന്തുണ ഉറപ്പാക്കാനും LDF തീരുമാനിച്ചു. ലൈഫ്, സ്ത്രീ സുരക്ഷ പദ്ധതികളുടെ ഗുണഭോക്താക്കളെ പ്രത്യേകം ലക്ഷ്യം വെച്ചുള്ള ഇടപെടൽ ചെറിയ മാർജിനിൽ വിജയം നിർണ്ണയിക്കുന്ന മണ്ഡലങ്ങളിൽ ഗുണം ചെയ്യുമെന്നും മുഖ്യമന്ത്രി മന്ത്രിമാരുടെ യോഗത്തെ അറിയിച്ചു. 110 സീറ്റ് വരെ ലക്ഷ്യമിട്ട് തെരഞ്ഞെടുപ്പിന് ഒരുങ്ങാനും മന്ത്രിമാർക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. വി അരുൺ വിവരങ്ങളുമായി. അരുൺ, ഇന്നലെ രാത്രി 3.5 മണിക്കൂറോളം നീണ്ട യോഗത്തിന്റെ വിശദാംശങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. പക്ഷേ ഏറ്റവും പ്രധാനം, ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ മാറാൻ തീരുമാനിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിക്കെതിരെ വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു CPIയുടെ ഭാഗത്തു നിന്നും. പാർട്ടിക്ക് ഉള്ളിൽ നിന്നടക്കം വിമർശനങ്ങളുള്ള സാഹചര്യത്തിൽ ഇനി പിണറായി 3.0 ആയിരിക്കുമോ നമ്മൾ കാണാൻ പോകുന്നത്? അതിനുള്ള കഠിന ശ്രമത്തിലാണ് ഇടതുമുന്നണി എന്ന് വ്യക്തമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ 3.5 മണിക്കൂറിലേറെ നീണ്ട ഒരു യോഗത്തിലാണ് ഇന്നലെ പങ്കെടുത്തത്. മന്ത്രിമാർ ഏതാണ്ട് എല്ലാവരും ആ യോഗത്തിൽ പങ്കെടുത്തു. അവിടെയാണ് ശൈലി മാറ്റം അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്ന സൂചന മുഖ്യമന്ത്രി നൽകിയത്. CPI ആണ് മുഖ്യമന്ത്രിയുടെ ശൈലി മാറ്റിയേ മതിയാകുന്ന കടുത്ത നിലപാട് സ്വീകരിച്ചത്. ഏതായാലും മുഖ്യമന്ത്രിയുടെ മാധ്യമ ഇടപെടൽ കുറച്ചുകൂടി ശക്തമാകും. അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളിൽ കുറച്ചുകൂടി മയം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും ഏത് സാഹചര്യത്തിലും തുടർഭരണം ഉറപ്പിക്കാൻ തന്നെയാണ് ഇടതുമുന്നണിയുടെ ലക്ഷ്യം. അതിനുവേണ്ടിയുള്ള ശ്രമത്തിലാകും സർക്കാരും മുന്നണിയും മൊത്തത്തിലുണ്ടാവുക. മന്ത്രിമാർക്കൊക്കെ വലിയ ഉത്തരവാദിത്വം ഇതിൽ മുഖ്യമന്ത്രി ഇന്നലെ നൽകിയിട്ടുണ്ട്. മന്ത്രിമാർ വളരെ നിർണായകമായ റോൾ വഹിക്കേണ്ടവരാണ്. അത് മന്ത്രിമാർ മാത്രമല്ല, അവർ വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ കൂടിയാണ്. ആ രീതിയിൽ അവരുടെ ഇടപെടൽ ഉറപ്പായും ഉണ്ടാകണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ മന്ത്രിമാർ രാഷ്ട്രീയം പറയണമെന്ന കർശന നിർദ്ദേശം മുഖ്യമന്ത്രി നൽകിയിരുന്നു. അതിൻ്റെ തുടർച്ചയായി തന്നെയാകും മന്ത്രിമാർക്ക് ജില്ലകളുടെ ചുമതല നൽകുന്നത്. മാത്രമല്ല, സംസ്ഥാനത്ത് ഇടതുമുന്നണിയുടെ പ്രചരണ മേൽനോട്ടം അത് മന്ത്രിമാരുടെ കൂടി നിയന്ത്രണത്തിലായിരിക്കും. അതിനുവേണ്ടി മന്ത്രിസഭാ ഉപസമിതി രൂപീകരിക്കും. PRD ആണ് സർക്കാർ വികസന പ്രവർത്തനങ്ങളും പദ്ധതികളുമൊക്കെ പ്രചരിപ്പിക്കുന്ന സംവിധാനം. പക്ഷേ PRDക്ക് വേണ്ട പോലെ ആ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നില്ല എന്ന വിമർശനം നേരത്തെ ഉയർന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ഈ ഉപസമിതി രൂപീകരിക്കുന്നത്. മാത്രമല്ല, അടുത്ത മന്ത്രിസഭാ യോഗം ഈ ഒരു ഉപസമിതിയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കും. ആരൊക്കെയാകും ഉപസമിതി അംഗങ്ങളെന്ന കാര്യത്തിൽ തീരുമാനമെടുക്കും. കൃത്യമായൊരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇടതുമുന്നണി നടത്തിക്കൊണ്ടത്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ UDF അത് ഫലപ്രദമായി നടപ്പാക്കുന്നുണ്ട്. സാമുദായിക സംഘടനകളുടെ കൃത്യമായ ഏകോപനം സോഷ്യൽ എഞ്ചിനീയറിംഗ് കാര്യക്ഷമമാക്കാൻ ഫലപ്രദമാക്കാനാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്നത്തെ യോഗത്തിൽ തീരുമാനമായത്. സാമുദായിക പിന്തുണ ഉറപ്പാക്കണം. വികസന നേട്ടങ്ങളുടെ ഗുണഭോക്താക്കളെ ലക്ഷ്യം വെച്ച് ഇടപെടൽ നടത്താനാണ് നിർദ്ദേശം. ലൈഫ്, സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ ഗുണഭോക്താക്കളെ പ്രത്യേകം ലക്ഷ്യം വയ്ക്കുന്നുണ്ട് സർക്കാർ. ചെറിയ മാർജിനിൽ വിജയം നിർണ്ണയിക്കുന്ന മണ്ഡലങ്ങളിൽ ഇത്തരം ഇടപെടലാണ് വേണ്ടതെന്ന് മുഖ്യമന്ത്രി മന്ത്രിമാർക്ക് ഉപദേശം നൽകി. ഇതിനുവേണ്ടി ഉപയോഗിക്കാനാണ് ഇടതുമുന്നണിയുടെ സർക്കാരിൻ്റെയും തീരുമാനം. പ്രചരണത്തിൽ AAയുടെ സാന്നിധ്യം വലിയ രീതിയിൽ ഉണ്ടാകും. AA പരമാവധി ഉപയോഗിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പാർട്ടികളുടെ സാമൂഹ്യ മാധ്യമ വിഭാഗങ്ങളുണ്ട്. അതിന് പുറമെ പ്രൊഫഷണൽ ടീമുകളുടെ സഹായം കൂടി സർക്കാർ തലത്തിൽ തന്നെ തേടാനാണ് ആലോചന. ഈ തെരഞ്ഞെടുപ്പിൽ എന്ത് പറയണമെന്ന കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. വികസനം തന്നെയാകും മുന്നോട്ട് വയ്ക്കുമെന്ന് നേരത്തെ സർക്കാർ വ്യക്തമാക്കി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ വികസനം തന്നെയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം വലിയ വിവാദങ്ങളിലേക്ക് പ്രതിപക്ഷം പോയപ്പോൾ വികസനം പറഞ്ഞാണ് ഇടതുമുന്നണി വോട്ട് പിടിച്ചത്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് ഫലം കണ്ടില്ല. അതുകൊണ്ട് തന്നെ വികസനത്തിനൊപ്പം രാഷ്ട്രീയവും പറഞ്ഞു തന്നെയാകും ഇത്തവണ ഇടതുമുന്നണി തെരഞ്ഞെടുപ്പിനെ നേരിടുക. ഒരു സമതുലിതമായ രീതിയിൽ വികസനവും അതുപോലെ തന്നെ രാഷ്ട്രീയവും പറഞ്ഞ് വോട്ട് പിടിക്കാനാണ് മുഖ്യമന്ത്രി മന്ത്രിമാർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. BJPയുമായി ചേർന്ന് പോകുന്നു, BJPയുമായി അഡ്ജസ്റ്റ്മെന്റ് നടത്തുന്ന വിമർശനം സർക്കാരിനെതിരെ ഇടതുമുന്നണിക്കെതിരെ ശക്തമായി തന്നെയുണ്ട്. അത് മറികടക്കാൻ ഈ മതനിരപേക്ഷ നിലപാടുകൾ പ്രചരണ രംഗത്ത് ഉയർത്തിപ്പിടിക്കാനാണ് മന്ത്രിമാരോട് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. BJP ബാന്ധം, BJP ഡീൽ എന്ന വിമർശനങ്ങൾക്കൊക്കെയുള്ള മറുപടിയായാണ് അത്തരത്തിലൊരു നിർദ്ദേശം മുഖ്യമന്ത്രി നൽകുന്നത്. 100 മുതൽ 110 സീറ്റ് വരെയാണ് ഇടതുമുന്നണി ടാർഗറ്റ് ഇടുന്നത്. UDFന്റെ ലക്ഷ്യ സമ്മിറ്റ് കഴിഞ്ഞപ്പോൾ അവർ 100 സീറ്റ് നേടി അധികാരത്തിലെത്തുമെന്നാണ്
UDF അവകാശപ്പെടുന്നത്. അത് മറികടക്കുന്ന തരത്തിൽ 100 മുതൽ 110 വരെ എന്ന ഒരു കണക്കാണ് മുന്നോട്ട് വയ്ക്കുന്നത് ഇടതുമുന്നണി. കഴിഞ്ഞ ദിവസം മുൻ മന്ത്രി CPM-ന്റെ നേതാവ് കൂടിയായ MM മണിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് നമ്മൾ ശ്രദ്ധ വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട്. അതായത് ഇടതുമുന്നണിയുടെ സീറ്റുകളുടെ കണക്കുകൾ 2006 ലഭിച്ച സീറ്റുകൾ 2011 61 സീറ്റ് വരെ എത്തി ഭരണം നഷ്ടപ്പെടുന്നു. പിന്നീട് 98 സീറ്റ് 2016 ലഭിക്കുന്നു. 96 സീറ്റ് 99ലേക്ക് 2021 മാറുന്നു. അങ്ങനെ ഇടതുമുന്നണിയുടെ സീറ്റ് വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഒരു ഗ്രാഫ് പങ്കുവച്ചുകൊണ്ട് MM മണിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. അത്തരം കാര്യങ്ങൾ തന്നെയാണ് ഇടതുമുന്നണിയുടെ പ്രതീക്ഷ. ഇടതുമുന്നണിയുടെ വോട്ട് വിഹിതം വർദ്ധിച്ചു തന്നെ വരും, അതുപോലെ സീറ്റുകളും വർദ്ധിക്കും. അതുകൊണ്ട് 100 മുതൽ 110 വരെ സീറ്റുകൾ എന്ന ഒരു ടാർഗറ്റ് ലക്ഷ്യമിട്ടുകൊണ്ട് മുന്നോട്ട് പോകാനാണ് മന്ത്രിമാർക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വളരെ ആത്മവിശ്വാസം നിറഞ്ഞ ഒരു സെഷനായിരുന്നു അതിൽ പങ്കെടുത്ത മന്ത്രിമാർ പറയുന്നത്. മുഖ്യമന്ത്രി 3.5 മണിക്കൂറിന് വേണ്ടി മാറ്റിവെച്ചു എന്ന് മാത്രമല്ല, വളരെ കൃത്യമായ ചിട്ടയായ ഒരു ക്രമീകരണത്തിന് ശേഷമാണ് അത്തരമൊരു പ്രസന്റേഷനിലേക്ക് മുഖ്യമന്ത്രി വന്നത്. ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് CPI ഒക്കെ വിലയിരുത്തുമ്പോൾ CPM-നും അത് സംബന്ധിച്ച് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളപ്പോൾ ഒരു തരത്തിലും ഭരണവിരുദ്ധ വികാരമില്ല എന്നൊരു വിലയിരുത്തലാണ് ഇതിന് മന്ത്രിസഭാ യോഗം എത്തിയത്. അതിന് കാരണമായി മുഖ്യമന്ത്രി മന്ത്രിമാർ ചൂണ്ടിക്കാട്ടുന്നത് ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു തിരിച്ചടിയെല്ലാം ഉണ്ടാകേണ്ട 10 വർഷത്തോടടുക്കുന്ന ഒരു ഭരണത്തിന് ഏറിയും കുറഞ്ഞും മുഖ്യമന്ത്രിയുടെ പ്രവർത്തനത്തിലും മന്ത്രിമാരുടെ പ്രവർത്തനത്തിലും സർക്കാരിൻ്റെ പ്രവർത്തനത്തിലും ജനങ്ങൾക്ക് അതൃപ്തി ഉണ്ടായിരിക്കും. എന്നാൽ ഭരണവിരുദ്ധ വികാരം ഒരു ട്രെൻഡായി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടില്ല. അതിന് മറ്റ് പല കാരണങ്ങൾ, പ്രാദേശിക കാരണങ്ങളടക്കം ഉണ്ടായേക്കാം. ഏതായാലും അത്തരം പ്രശ്നങ്ങളൊക്കെ മറികടക്കാനുള്ള തിരുത്തൽ നടപടികളിലേക്ക് മുന്നണിയും പാർട്ടികളും കടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പരമാവധി സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ, വികസന പ്രക്രിയ ജനങ്ങളെ അതിൽ ബോധവാന്മാരാക്കണം. ജനങ്ങൾക്ക് സർക്കാർ ചെയ്ത കാര്യങ്ങളെ പറ്റി അറിയാത്ത ഒരു സാഹചര്യമുണ്ട്. അത് മറികടക്കാനുള്ള കൃത്യമായ ചിട്ടയായ പ്രചരണത്തിനാണ് നിർദ്ദേശം. മന്ത്രിമാർ മണ്ഡലങ്ങളിൽ കേന്ദ്രീകരിക്കുന്നതിന് പുറമെ അവർക്ക് ചുമതലയുള്ള ജില്ലകളിൽ കൂടി മന്ത്രിമാർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ശരി, TV അരുണാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്കായി CPI-യുടെ നേതൃയോഗങ്ങൾ ഇന്നും നാളെയുമായി നടക്കും. സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്നും സംസ്ഥാന എക്സിക്യൂട്ടീവ് നാളെയും ചേരും. തിരുവനന്തപുരത്ത് ഇന്നാണ് യോഗങ്ങൾ ആരംഭിക്കുന്നത്. CPI മത്സരിക്കുന്ന 25 സീറ്റുകളിലെ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ പ്രാഥമിക ചർച്ചകൾ നടക്കും. വിജയസാധ്യതയുള്ള സീറ്റുകളിൽ ടേം വ്യവസ്ഥയിൽ ഇളവ് നൽകാനും തീരുമാനിച്ചു. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വിലയിരുത്താൻ 4 അംഗ സമിതിക്ക് ചുമതല നൽകി AICC. സച്ചിൻ പൈലറ്റ്, KJ ജോർജ്, ഇമ്രാൻ പ്രതാപ്, കനയ്യകുമാർ തുടങ്ങിയവരാകും AICC നിരീക്ഷകരാകുക. താൻ മുഖ്യമന്ത്രിയാകാൻ ഒരു സാധ്യതയുമില്ലെന്ന് VM സുധീരൻ. തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇല്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. 2004 ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചതുകൊണ്ട് മത്സരിച്ചു. 2009 മാറി നിന്നതിനാൽ KC വേണുഗോപാലിന് MP ആകാൻ കഴിഞ്ഞുവെന്നും VM സുധീരൻ പറഞ്ഞു. ഒരു മുഖ്യമന്ത്രി ആകട്ടെ എന്നൊക്കെ അദ്ദേഹം ആശംസിച്ചു. ഒരു സാധ്യതയില്ല. തന്നെയല്ല, ഞാൻ പാർലമെന്ററി രംഗത്ത് 25 വർഷം പൂർത്തിയാക്കിയപ്പോൾ തന്നെ അന്ന് കോൺഗ്രസ് പ്രസിഡന്റ് എഴുതി കൊടുത്തു, മൈ നെയിം നീഡ് നോട്ട് ബി കൺസിഡേർഡ് ഫോർ എനി ഓഫ് ദി പാർലമെന്ററി പോസ്റ്റ്. പിന്നീട് 2004 ഞാനിവിടെ മത്സരിച്ച് തന്നെ എന്നോട് പറയാതെ, എൻ്റെ സമ്മതമില്ലാതെ എൻ്റെ പേരിൻ്റെ അവിടെ ഒരു നക്ഷത്ര ചിഹ്നം കൂടി ഇട്ടുകൊണ്ട് AICC അനൗൺസ് ചെയ്തതാണ്. AICC അനൗൺസ് ചെയ്തതുകൊണ്ട് അത് മാനിക്കാൻ ബാധ്യതയുള്ള ഞാൻ അംഗീകരിച്ചതാണ്. പിന്നീട് പല സന്ദർഭങ്ങളിലും കോൺഗ്രസ് പ്രസിഡന്റ് സോണിയാഗാന്ധി ഉൾപ്പെടെ പല സന്ദർഭങ്ങളിലും എന്നെ നിർബന്ധിച്ചിട്ടുണ്ട്, സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട്. 2009 ഞാൻ മത്സരിക്കാൻ വിസമ്മതിച്ചതുകൊണ്ടാണ് ഇന്ന് നമ്മുടെ MP KC വേണുഗോപാൽ അന്ന് MP ആയി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടത് എന്നുള്ളത് വളരെ അഭിമാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി ഈ അവസരത്തിൽ ഞാൻ ഓർക്കുന്നു. അതുകൊണ്ട് അതിനുള്ള ഒരു സാധ്യതയുമില്ല എന്ന് പ്രത്യേകിച്ച് പറയാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുന്നു. പക്ഷേ ജനങ്ങളോടൊപ്പം, നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി ജനങ്ങളോടൊപ്പമുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാനുണ്ടാകും. വയനാട്ടിൽ നടന്ന ലക്ഷ്യ ക്യാമ്പിൽ കാസർഗോഡ് ജില്ലയിലെ 3 മണ്ഡലങ്ങൾ നേടാനാകുമെന്ന വിലയിരുത്തൽ പ്രാവർത്തികമാക്കാനുള്ള ഒരുക്കത്തിലാണ് കോൺഗ്രസ്. മഞ്ചേശ്വരത്തിനും കാസർഗോഡിനും പുറമെ ഉദുമ മണ്ഡലത്തിൽ കൂടി ഇത്തവണ വിജയിക്കാനാകുമെന്നാണ് ക്യാമ്പിലെ വിലയിരുത്തൽ. BJP-യുടെ A ക്ലാസ് മണ്ഡലങ്ങളിൽ ഒന്നായ മഞ്ചേശ്വരത്ത് ഇക്കുറി ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാനാകുമെന്ന് DCC പ്രസിഡന്റ് PK ഫൈസൽ ന്യൂസ് 18നോട് പറഞ്ഞു. വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ ആയിരിക്കും പരിഗണിക്കുകയെന്നും PK ഫൈസൽ വ്യക്തമാക്കി.
തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടാക്കാനായ വലിയ നേട്ടം ഇത്തവണ നിയമസഭയിൽ ഗുണമാകുമെന്നാണ് UDF കരുതുന്നത്. കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം നിലവിൽ മഞ്ചേശ്വരവും കാസർഗോഡുമാണ് UDFിൻ്റെ കയ്യിലുള്ളത്. ഇത്തവണ കൂടുതൽ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തനം നടത്തി കൂടുതൽ മണ്ഡലം പിടിച്ചെടുക്കാനാണ് UDF ലക്ഷ്യമിടുന്നത്. നമ്മോടൊപ്പം DCC പ്രസിഡന്റ് PK ഫൈസൽ തന്നെ ചേരുന്നു. എന്തായാലും സംസ്ഥാനത്ത് വലിയ വിജയമുണ്ടാക്കാൻ സാധിച്ചു. പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലയിലേക്ക് വരുമ്പോൾ ഇത്തവണ ഉദുമ കൂടി പിടിച്ചെടുക്കുമെന്നാണ് പറയുന്നത്. എങ്ങനെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലൊരു പ്രവർത്തനം, എങ്ങനെയാണ് പ്രതീക്ഷ? തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് ജില്ലക്കകത്ത് UDFിനെ സംബന്ധിച്ചിടത്തോളം തിളക്കമാർന്ന വിജയമാണ് കിട്ടിയിട്ടുള്ളത്. മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിൽ 8 പഞ്ചായത്തും UDF ആണ്. കാസർഗോഡും മോശമല്ലാത്ത വലിയ വിജയം നേടിയിട്ടുണ്ട്. ഉദുമയെ സംബന്ധിച്ചിടത്തോളം ഉദുമയിലും CPM കാലാകാലങ്ങളിലായി ഭരിച്ചിരുന്ന ദേലമ്പാടി ഉൾപ്പെടെ UDFിൻ്റെ കൈകളിലേക്ക് വന്നു. അതോടൊപ്പം മുളിയാർ പഞ്ചായത്ത് UDFിൻ്റെ കൈകളിലേക്ക് വന്നു. ഉദുമ UDFിൻ്റെ കൈകളിലേക്ക് വന്നു. അതിനു പുറമെ പുല്ലൂർ പെരിയ വൈസ് പ്രസിഡന്റ് കോൺഗ്രസിന് കിട്ടി. നറുക്കിലാണ് നമുക്ക് അവിടെയും രാഷ്ട്രീയപരമായി വലിയ മുന്നേറ്റം നടത്തി. CPMൻ്റെ ശക്തി കേന്ദ്രമായ വേടെടുക്ക പഞ്ചായത്തിൽ ചരിത്രത്തിൽ ആദ്യമായി കോൺഗ്രസിൻ്റെ 2 സീറ്റ് കോൺഗ്രസിന് ലഭിച്ചു. 1 സീറ്റ് 1 വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അവിടെയും CPM വ്യാപകമായ കള്ളവോട്ട് നടത്തിയിട്ടുണ്ട്. അത് നിയമപരമായി നമ്മൾ അതിൻ്റെ കാര്യങ്ങളുമായി മുമ്പോട്ട് പോകുന്നു. ഒരു തർക്കവും വേണ്ട, ഈ തെരഞ്ഞെടുപ്പിൽ ഉദുമയിൽ UDF വിജയിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ മുന്നൊരുക്ക പ്രവർത്തനങ്ങളുമായി UDFും കോൺഗ്രസും മുമ്പോട്ട് പോകുന്നു. വിന്നിംഗ് കാൻഡിഡേറ്റിനെ അവിടെ മത്സരിപ്പിച്ചുകൊണ്ട് എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉദുമ നിയോജക മണ്ഡലം UDFിൻ്റെ കൈകളിൽ എത്തിക്കുന്ന വലിയ പ്രവർത്തനങ്ങൾക്കാണ് കോൺഗ്രസും UDFും നേതൃത്വം നൽകുന്നത്. ക്യാമ്പിൽ പറയുന്നത് ഉദുമ പ്രത്യേകിച്ച് പറയുന്നത് 3 മണ്ഡലമാണ് പറയുന്നത് പ്രധാനമായും. എന്താണ് അനുകൂല ഘടകം എന്ന് കരുതുന്നത് ഉദുമയിൽ പ്രത്യേകിച്ച്? ഉദുമയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഉദുമ എന്ന് പറയുന്നത് വോട്ടിംഗ് പാറ്റേൺ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ UDFിന് അനുകൂലമാണ്. പക്ഷെ കാലാകാലങ്ങളിലായി CPMൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ കള്ളവോട്ടുകൾ ചെയ്താണ് പലപ്പോഴായി അവിടെ 90-95% അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ അവർ പോളിംഗ് ശതമാനം ഉയർത്തുന്നു. പക്ഷേ പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ SIRൻ്റെ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൽ വലിയ മാറ്റം വരാൻ ഇരട്ട വോട്ടുകളെല്ലാം ആ വോട്ടർ പട്ടികയിൽ നിന്ന് പോകാനുള്ള സാധ്യത പൂർണ്ണമായും. മാത്രമല്ല ഒരു സാധ്യത എന്ന് പറയുന്നത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ UDFിനുണ്ടായ ഉദുമ നിയോജക മണ്ഡലത്തിലുണ്ടായ ഒരു മേൽക്കൈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. ഈ പ്രധാനമായും UDF എതിർക്കുന്നത് BJP ആണ്. അത് ദേശീയ തലത്തിലായാലും ഈ A ക്ലാസ് മണ്ഡലമാണ് മഞ്ചേശ്വരം. ഇത്തവണ മഞ്ചേശ്വരം ഏത് വിധേനയും പിടിച്ചെടുക്കുമെന്നാണ് BJP പറയുന്നത്. അവിടെ LDFിൻ്റെ കരുത്തനായ ഒരു സ്ഥാനാർത്ഥി വന്നാൽ അങ്ങനെ ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. എന്തായിരിക്കും നമ്മൾ മഞ്ചേശ്വരത്ത് സ്വീകരിക്കാൻ പോകുന്ന നയം? മുസ്ലിം ലീഗിൻ്റെ അഭിമാന പോരാട്ടം നടക്കുന്ന മണ്ഡലം കൂടിയാണ് മഞ്ചേശ്വരത്തെ സംബന്ധിച്ചിടത്തോളം. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഞാൻ പറഞ്ഞില്ല 8 പഞ്ചായത്തും UDF, അതോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് UDF, 4 ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർ വിജയിച്ചത് UDF. നമുക്കറിയാം പുത്തിക ഡിവിഷൻ എന്ന് പറയുന്നത് BJPയുടെ ശക്തി കേന്ദ്രമായ പുത്തിക ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ UDFിൻ്റെ സ്ഥാനാർത്ഥി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി സോമശേഖര ശേണി അട്ടിമറി വിജയമാണ് അവിടെ നേടിയിട്ടുള്ളത്. അതോടുകൂടി മഞ്ചേശ്വരം UDFിൻ്റെ സമ്പൂർണ്ണ ആധിപത്യ. ഈ തെരഞ്ഞെടുപ്പിലെ കണക്കനുസരിച്ച് മഞ്ചേശ്വരം 21,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ എവിടെയുണ്ട്? മഞ്ചേശ്വരത്തുണ്ട്. മഞ്ചേശ്വരത്തെ സംബന്ധിച്ചിടത്തോളം UDFിന് അനായാസം വിജയിക്കുന്ന ഒരു നിയോജക മണ്ഡലമായി മഞ്ചേശ്വരം മാറി എന്നാണ് UDFിൻ്റെ വിലയിരുത്തൽ. സ്ഥാനാർത്ഥി നിർണയം വലിയ തലവേദനയാണ്. വലിയ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൃത്യമായ സ്ഥാനാർത്ഥികളുണ്ടോ? അങ്ങനെ ഏതെങ്കിലും സ്ഥാനാർത്ഥികളെ കണ്ടിട്ടുണ്ടോ? എങ്ങനെയായിരിക്കും സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നത്? അതായത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വയനാട്ടിലെ ലക്ഷ്യ ക്യാമ്പിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായി ആ ലക്ഷ്യ ക്യാമ്പിൽ KPCC നേതൃത്വവും അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വവും കൃത്യമായി നമുക്ക് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണം പിടിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് മുമ്പോട്ട് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. എല്ലാ മണ്ഡലങ്ങളിലും വിജയ സാധ്യതയുള്ള കാൻഡിഡേറ്റിനെ മാത്രമേ അവിടെയെല്ലാം നിർത്തൂ. അത് തന്നെയാണ് കൃത്യമായി ഓരോ മണ്ഡലത്തിലെയും കോൺഗ്രസ് മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ
വളരെ കൃത്യമായി വിന്നിംഗ് കാൻഡിഡേറ്റിനെ തിരഞ്ഞെടുത്തുകൊണ്ട് മാത്രമാണ് KPCCയും AICCയും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. എന്തായാലും വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ നിർത്തി ഇത്തവണ കൂടുതൽ മണ്ഡലങ്ങൾ പിടിച്ചെടുക്കാനാണ് UDF ലക്ഷ്യമിടുന്നത്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായാണ് അവർ മുന്നോട്ട് പോകുന്നത്. KV ബൈജു, ന്യൂസ് 18, കാസർഗോഡ്. മലപ്പുറം ജില്ല വിഭജിക്കണമെന്ന ആവശ്യം ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ശക്തമാവുന്നു. കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ കേരള യാത്രയുടെ പ്രധാന വിഷയമായി ഇക്കാര്യം ഉയർത്തുകയാണ് AP വിഭാഗം. ജില്ലാ വിഭജനം റവന്യൂ സൗകര്യത്തിനാണെന്നും ഇതിനെ മതപരമായ കണ്ണിലൂടെ കാണരുതെന്നും യാത്രാ ക്യാപ്റ്റന്മാരായ ഖലീൽ ബുഖാരി തങ്ങൾ, അബ്ദുറഹ്മാൻ സഖാഫി എന്നിവർ പറഞ്ഞു. ഇവിടെ ഞങ്ങൾക്ക് നിർബന്ധമുള്ളത് 48 ലക്ഷങ്ങൾ താമസിക്കുന്ന ജാതി മത ഭേദമന്യേ സർവർക്കും ലഭിക്കേണ്ട പരിഹാരം, അതിന് കിട്ടേണ്ട അവകാശം പരിഹരിക്കപ്പെടണം എന്നാണ്. അത് ഏത് രൂപത്തിലായാലും ശരി. ഞങ്ങൾ കാണുന്ന മഹാഭൂരിഭാഗം ആളുകൾ അഭിപ്രായപ്പെടുന്നത് അതിലുള്ള പരിഹാര മാർഗ്ഗമാണ്. അത് മലപ്പുറം ജില്ല എന്ന് മാത്രമല്ല, എറണാകുളം ജില്ല പോലുള്ള കേരളത്തിലെ 5 കൊല്ലത്തെ ഏറ്റവും അവസാനം കാസർഗോഡ്, വയനാടിൻ്റെ ശേഷം 5 പതിറ്റാണ്ടായി കേരളത്തിലൊരു ജില്ല പുനർവിഭജനം നടന്നിട്ടില്ല. മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ ജില്ലാ വിഭജനങ്ങൾ വളരെ കൂടുതൽ നടക്കുന്നു. SNDP അപേക്ഷ കൊടുത്തിട്ട് അർഹതയുള്ളത് കൊടുത്തിട്ടില്ലെങ്കിൽ സർക്കാർ അത് കൊടുക്കണമെന്നാണ് അഭിപ്രായമെന്ന് AP വിഭാഗം. മലപ്പുറത്ത് ഒരു എയ്ഡഡ് സ്കൂൾ പോലും ഇല്ലാത്തവരാണ് AP വിഭാഗം. സർക്കാർ ഇക്കാര്യത്തിൽ ധവളപത്രം ഇറക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. അദ്ദേഹം പറഞ്ഞത് SNDPക്ക് ഒരു സ്ഥാപനം മലപ്പുറം ജില്ലയിൽ ഇല്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ അദ്ദേഹം സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അതിന് അർഹതയുണ്ടെങ്കിൽ ഫാസ്റ്റ് ട്രാക്കിലൂടെ അത് അനുവദിച്ച് കൊടുക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങളുടെ വിഭാഗത്തിന് വേണ്ടി മാത്രം ഞങ്ങൾ മനുഷ്യർക്കൊപ്പാണ്, ഞങ്ങളെല്ലാവരെയും പരിഗണിക്കണമെന്നുള്ള അഭിപ്രായമാണ്. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ധവളപത്രം ഇറക്കണം. ഞങ്ങൾക്ക് അർഹമായി വല്ലതും കിട്ടിയെങ്കിൽ, അനർഹമായി കിട്ടിയെങ്കിൽ ഞങ്ങൾക്ക് അർഹമായത് ഇനിയും കിട്ടിയിട്ടില്ല. പ്രത്യേകിച്ച് ഈ പ്രസ്ഥാനത്തിന് ഒരൊറ്റ എയ്ഡഡ് സ്കൂൾ പോലും മലപ്പുറം ജില്ലയിൽ ഇല്ല എന്നത് ഞങ്ങളുടെ പ്രസ്ഥാനത്തിൽ. അപ്പോഴാണ് ഞങ്ങൾക്കൊന്ന് ധവളപത്രം ഇറക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടതും. എന്നിട്ട് എത്ര കിട്ടി എത്ര കിട്ടിയില്ല എന്നത് ഞങ്ങൾ ഒരു വിഭാഗത്തിന് തരണം എന്നല്ല ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾക്ക് ഇനിയും പറയാനുള്ളത്, ആ വിഭാഗത്തിന് അർഹപ്പെട്ടിട്ട് മലപ്പുറം ജില്ലയിൽ കിട്ടിയിട്ടില്ലെങ്കിൽ, കൊടുത്തിട്ടുണ്ടെങ്കിൽ വേഗം അത് കൊടുക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതികളായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാർ, ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ എന്നിവരുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ജസ്റ്റിസ് ബദറുദ്ദീൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. ഇരുവരുടെയും ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് കഴിഞ്ഞ ദിവസം കോടതി മാറ്റിവെച്ചിരുന്നു. കേസിൽ നിരപരാധികളാണെന്നാണ് ഇരുവരുടെയും വാദം. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ക്രിസ്മസ് പുതുവത്സര വിരുന്നായ മൈത്രി 2026 രാഷ്ട്രീയ നേതാക്കളുടെ സംഗമവേദിയായി. തിരുവനന്തപുരത്ത് നടന്ന സംഗമം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. സ്നേഹവും സാഹോദര്യവും പങ്കുവയ്ക്കുന്ന കൂട്ടായ്മകൾക്ക് ഈ കാലഘട്ടത്തിൽ വലിയ പ്രസക്തിയുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. മലങ്കര സഭയുടെ പരമാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാത്തോലിക്ക ബാവ അധ്യക്ഷനായി. സ്പീക്കർ AN ഷംസീർ, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, തിരുവനന്തപുരം മേയർ VV രാജേഷ്, സംസ്ഥാന മന്ത്രിമാർ, MLA മാർ, രാഷ്ട്രീയ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഇതിൽ ഇന്നത്തെ ലോക സാഹചര്യത്തിൽ ഇത്തരമൊരു കൂട്ടായ്മക്ക് വളരെയധികം പ്രസക്തിയുണ്ട് എന്നുള്ളതാണ് നാം പ്രത്യേകമായി കാണേണ്ടത്. ബഹുമാനായ ബാവ സൂചിപ്പിച്ചതുപോലെ മൈത്രി അത് ഇന്നത്തെ കാലത്ത് ഒഴിച്ചുകൂടാത്ത ഒന്നായി നാം കാണേണ്ടതായിട്ടുണ്ട്. ഇടുക്കി ഉടുമ്പൻചോലയിൽ MM മണി വീണ്ടും മത്സരിച്ചേക്കും. 2 ടേം വ്യവസ്ഥയിൽ മണിക്ക് ഇളവ് നൽകണമെന്ന് CPM ജില്ലാ നേതൃത്വം സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കുമെന്നാണ് വിവരം. പാർട്ടി സമ്മതം മൂളിയാൽ മണി 4ാം തവണയും ജനവിധി തേടും. പ്രിൻസ് P. ജെയിംസ് വിവരങ്ങളുമായി. പ്രിൻസ്, ഏത് വിധേനയും മണ്ഡലങ്ങൾ പിടിക്കുക എന്നത് തന്നെയാണ് ഇത്തവണ
LDFും CPMും ലക്ഷ്യമിടുന്നത്? സ്വാഭാവികമായും ഏറ്റവും ജനകീയനായ MM മണിയെ തന്നെ മത്സരിപ്പിക്കണമെന്ന ആവശ്യം പ്രാദേശികമായി വലിയ രീതിയിൽ ഉയരുകയാണോ? തീർച്ചയായും MM മണി മണ്ഡലത്തിൽ വീണ്ടും ജനവിധി നേടിയാൽ ഉടുമ്പൻചോല തീർച്ചയായും ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുമെന്നാണ് പ്രവർത്തകരുടെ വിലയിരുത്തൽ. കഴിഞ്ഞ തവണയൊക്കെ മികച്ച ഭൂരിപക്ഷത്തിൽ, മണ്ഡലത്തിലെ ഏറ്റവും മികച്ച ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ തവണ MM മണി ഉടുമ്പൻചോലയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടത്. ഇത് കഴിഞ്ഞ 3 തവണ MM മണി മത്സരത്തിൽ ഉടുമ്പൻചോല മത്സരിക്കുന്നത് കഴിഞ്ഞ 2 തവണ തുടർച്ചയായി വിജയിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 2014 നേരിയ ഭൂരിപക്ഷത്തിനായിരുന്നു വിജയിക്കെങ്കിലും കഴിഞ്ഞ തവണ വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ MM മണി മാറി ഒരാൾ വന്നു കഴിഞ്ഞാൽ വിജയസാധ്യത ഉണ്ടോ എന്ന സംബന്ധിച്ചുള്ള ആശങ്കയൊക്കെ ഇടതു ക്യാബിനുണ്ട്. പ്രത്യേകിച്ചും കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒരു സാഹചര്യമുണ്ട്. മുൻപ് 10 പഞ്ചായത്തുകളും മണ്ഡലത്തിൽ 10 പഞ്ചായത്തുകളും ഇടതിനൊപ്പമായിരുന്നു. ഒപ്പം നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്തും എല്ലാ ജില്ലാ ഡിവിഷനുകളും ഇടതുപക്ഷത്തിനൊപ്പമായിരുന്നു. എന്നാൽ ഇത്തവണ സ്ഥിതി മാറിയിരിക്കുന്നു. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 5 പഞ്ചായത്തുകൾ UDF പിടിച്ചെടുത്തു. ഒപ്പം രാജകുമാരി പഞ്ചായത്തിൽ ഒപ്പത്തിനൊപ്പം എത്തുകയും ഇത് നറുക്കെടുപ്പിലൂടെയാണ് ഇടതുപക്ഷത്തിലേക്ക് എത്തിയത്. ഒപ്പം ഇതിന്റെ ഉരുക്കുകോട്ടെ വിലയിരുത്തപ്പെട്ട രാജാക്കളുടെ ദേശീയമായ ഒരു പ്രചരണമാണ് ഇടതുപക്ഷം നേരിടേണ്ടി വന്നത്. ഇടതുപക്ഷം രാജാക്കാട് പഞ്ചായത്ത് വർഷങ്ങൾക്ക് ശേഷം UDF പിടിച്ചെടുക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളാണ് ഇവിടെ പുതിയൊരു സ്ഥാനാർത്ഥിയെതിനേക്കാൾ കൂടുതൽ MM മണി തന്നെ വേണം എന്നുള്ള ഒരു ചർച്ചയിലേക്ക് പാർട്ടി നേതൃത്വവും പ്രവർത്തകരും എത്തുന്നത്. MM മണി ആണെങ്കിൽ വളരെ ഈസിയായി മണ്ഡലം നിലനിർത്താനാവുമെന്നാണ് ഇടതുപക്ഷം കരുതുന്നത്. മികച്ച വിജയം ആവർത്തിക്കാനാവുമെന്ന് കഴിയുന്നു. കഴിഞ്ഞ 10 വർഷമായി മണ്ഡലത്തിൽ നടപ്പിലാക്കിയ ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ വോട്ടായി മാറുമെന്നും അതിൽ ഊന്നിയുള്ള പ്രചാരണം നടത്താമെന്നുമാണ് പ്രവർത്തകർ വിലയിരുത്തുന്നത്. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഒരു സാധ്യത കൂടി കണക്കിലെടുത്ത് ആ ഒരു സാഹചര്യങ്ങൾ തിരിച്ചടി കൂടി കണക്കെടുത്തിലാവും പ്രചാരണം നടത്തുക. പ്രത്യേകിച്ചും ഇടത് കോട്ടയെ കരുതപ്പെട്ട പല പഞ്ചായത്തുകളും വലിയ തോതിലുള്ള വോട്ട് ചോർച്ചയുണ്ടായിട്ടുണ്ട്. അതൊക്കെ മറികടക്കണമെങ്കിൽ MM മണി തന്നെ മത്സരരംഗത്തേക്ക് എത്തണമെന്നാണ് പാർട്ടി പ്രവർത്തകരുടെ ഒരു വിലയിരുത്തൽ. ശ്രീജ, ശരി. ആണ് വിവരങ്ങൾ നൽകിയത്. ഇടുക്കി ഉടുമ്പൻചോലയിൽ MM മണി വീണ്ടും മത്സരിച്ചേക്കും. പ്രാദേശിക നേതൃത്വം തന്നെ ഇക്കാര്യത്തിൽ സംസ്ഥാന നേതൃത്വത്തിന് അപേക്ഷ നൽകും എന്നതാണ് വിവരം. വയനാട്ടിൽ വീണ്ടും കടുവാ സാന്നിധ്യം. ഇന്നലെ രാത്രിയാണ് വയനാട് മാനന്തവാടി പാരിസൺസ് ടി എസ്റ്റേറ്റിലെ 22-ാം നമ്പർ തോട്ടത്തിൽ കടുവയെ കണ്ടത്. സ്ഥലത്ത് വനം വകുപ്പ് തെരച്ചിൽ നടത്തുകയാണ്. ജയരാജ് ബത്തേരി വിവരങ്ങളുമായി. ജയരാജ്, എന്താണ് വിശദാംശങ്ങൾ? ശ്രീജ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വയനാട്ടിൽ വീണ്ടും കടുവയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കുകയാണ്. ഇന്നലെ രാത്രിയാണ് വയനാട് മാനന്തവാടി ചിറക്കര പാരിസൺ ടി എസ്റ്റേറ്റിലെ 22-ാം നമ്പർ തോട്ടത്തിൽ കടുവയെ കണ്ടതായി നാട്ടുകാർ പറഞ്ഞത്. ഇപ്പോൾ സ്ഥലത്ത് വനം വകുപ്പ് തിരച്ചിൽ നടത്തുന്നുണ്ട് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഈ മേഖലയിൽ മുൻപും പലതവണ കടുവയുടെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്. പാരിസൺ എസ്റ്റേറ്റ് വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ഒന്നായതുകൊണ്ട് തന്നെ അവിടെ വന്യമൃഗങ്ങൾ വരുന്നത് ഒരു അസാധാരണമായ ഒന്നല്ല എന്നാണ് പറയാനുള്ളത്. എന്തായാലും വയനാട്ടിലെ തോട്ടമേഖലകളിൽ, പ്രത്യേകിച്ച് പാരിസൺ എസ്റ്റേറ്റ് പോലുള്ള വൻകിട തോട്ടങ്ങളിൽ കടുവയും പുലിയും ഇറങ്ങുന്നത് ഇടയ്ക്കിടെ സംഭവിക്കാറുണ്ട്. മുൻപ് പാരിസൺ എസ്റ്റേറ്റിലെ ലേബർ ലൈനുകൾക്ക് സമീപം കടുവയുടെ കാൽപ്പാടുകൾ കാണുകയും കന്നുകാലികളെ ആക്രമിക്കുകയും ചെയ്ത സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇത്തരം സംഭവങ്ങൾ വരുമ്പോൾ വനം വകുപ്പ് അവിടെ ക്യാമറ ട്രാപ്പുകൾ വയ്ക്കുകയും കൃത്യമായ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകുകയുമാണ് ചെയ്യാറുള്ളത്. എന്തായാലും ഇന്നലെ കടുവയെ കണ്ട ചിറക്കര ഭാഗത്ത് ഇപ്പോൾ വനംവകുപ്പ് തിരച്ചിൽ നടത്തുകയാണെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ശ്രീജ, ശരി. ജയരാജാണ് വിവരങ്ങൾ നൽകിയത് വയനാട്ടിൽ നിന്ന്. മറ്റു വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. ശബരിമലയിൽ കനത്ത തിരക്കാണ് അനുഭവപ്പെടുന്നത്. 91,333 തീർത്ഥാടകരാണ് ഇന്നലെ ദർശനം നടത്തിയത്. പോലീസിന്റെ മാത്രം കണക്കാണിത്. പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് മണിക്കൂറിൽ 7,000-ഓളം തീർത്ഥാടകർ എത്തുന്നുണ്ട്. എവിടെയും കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടില്ല. തീർത്ഥാടകരുടെ വരി മരക്കൂട്ടം വരെ നീണ്ടിട്ടുണ്ട്. ശബരിമലയിൽ തിരക്ക് രാവിലെ നിയന്ത്രണ വിധേയമാണ്. ഇന്നലെ 91,333 തീർത്ഥാടകരാണ് സന്നിധാനത്തെത്തിയത്. ഇത് കഴിഞ്ഞ 2 ദിവസത്തെ കണക്കിനെ അപേക്ഷിച്ച് കുറവാണ് എന്ന് പറയാം. പക്ഷേ ഇന്ന് രാവിലെ
മണിക്കൂറിൽ 7000-ന് മുകളിൽ തീർത്ഥാടകർ പമ്പയിൽ സന്നിധാനത്തേക്ക് എത്തുന്നുവെന്നാണ് പോലീസിന്റെ കണക്ക്. ഇത് അല്പം തിരക്കുണ്ടാക്കുന്ന സാഹചര്യം തന്നെയാണ് തീർക്കുന്നത്. ഇന്നലെ തിരക്ക് നിയന്ത്രിക്കുവാൻ നിലയ്ക്കലും അതേപോലെ തന്നെ പമ്പയിലും ഏറെ സമയം നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വന്നു. നിലയ്ക്കൽ നിന്ന് വാഹനങ്ങൾ കടത്തിവിടുന്നതിനും നിയന്ത്രണം രാത്രി ഉണ്ടായിരുന്നുവെന്നാണ് അറിയുന്നത്. പക്ഷേ രാവിലേക്ക് ആ നിയന്ത്രണങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ ഒരു തിരക്ക് മുന്നിൽ കണ്ടുള്ള മുന്നൊരുക്കങ്ങൾ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. വരുന്ന ദിവസങ്ങൾ നമുക്കറിയാം, മകരവിളക്കിനോടനുബന്ധിച്ച് എത്തുന്നവർ 10-ാം തീയതിയോടൊക്കെ അനുബന്ധിച്ച് എത്തുന്ന തീർത്ഥാടകർ സന്നിധാനത്ത് തന്നെ പർണശാല കെട്ടി തമ്പടിക്കുന്ന ഒരു പതിവാണുള്ളത്. സ്വാഭാവികമായിട്ടും അത് തിരക്ക് വർദ്ധിപ്പിക്കും. അത് മുന്നിൽ കണ്ടുള്ള ഒരുക്കങ്ങൾ തന്നെയാണ് ഇവിടെ പുരോഗമിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഈ പർണശാല കെട്ടുന്നതിനുള്ള നിയന്ത്രണങ്ങളൊക്കെ ദേവസ്വം ബോർഡ് നിഷ്കർഷിച്ചിരുന്നു. പ്രത്യേകിച്ച് അടുപ്പ് കൂട്ടാൻ പാടില്ല, അതേപോലെ അഗ്നിബാധ ഒഴിവാക്കാനുള്ള മുൻകരുതൽ നടപടികളൊക്കെ സ്വീകരിക്കുമെന്നൊക്കെ ദേവസ്വം ബോർഡ് വ്യക്തമാക്കിയിരുന്നു. അത്തരത്തിൽ മകരവിളക്കിൻ്റെ ആ ഒരു തിരക്കിലേക്ക് സന്നിധാനം കടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ തിരക്ക് അനുഭവപ്പെടും എന്ന് തന്നെ വേണം മനസ്സിലാക്കുവാൻ. ഇന്നിപ്പോൾ തീർത്ഥാടകരുടെ വരി മരക്കൂട്ടവും പിന്നിട്ട് നീണ്ടിട്ടുണ്ട്. അതായത് പമ്പ മുതൽ സന്നിധാനം വരെ മരക്കൂട്ടത്തിന് ശേഷം നിയന്ത്രണങ്ങളോടെ മാത്രമേ കടന്നു വരാൻ കഴിയുകയുള്ളൂ. ഏറ്റവും ചുരുങ്ങിയത് 7-8 മണിക്കൂർ കാത്തു നിൽക്കേണ്ട സാഹചര്യം തന്നെയാണ് സന്നിധാനത്ത് ഇന്ന് രാവിലെ നമുക്ക് കാണാനാകുന്നത്. സന്നിധാനത്ത് നിന്നും CV അനുമോദ്, ന്യൂസ് 18. മറ്റു വാർത്തകളിലേക്ക് മടങ്ങിയെത്താം മറ്റൊരു ഇടവേളയ്ക്ക് ശേഷം. കത്തുന്ന ഹെഡ്ലൈറ്റിൽ ഓടിക്കൊണ്ടിരിക്കുന്ന റോഡ്. നമ്മുടെ പടത്തിന്റെ ആദ്യ ഫ്രെയിം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. 3 പേര് ഒരു കാറിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുന്നു. പെട്ടെന്ന് ഇതാ എന്തോ കണ്ട് ബ്രേക്ക് ചവിട്ടുന്നു. എന്തുവാടേ, അവനല്ലേ പറഞ്ഞത്, നീ എന്തിനാ ചവിട്ടുന്നേ? Today the world changes at every fraction of a second. തീരുമാനങ്ങൾ, സംഭവങ്ങൾ, അതിവേഗ മാറ്റങ്ങൾ, പ്രതിസന്ധികൾ, ഉയരുന്ന ശബ്ദങ്ങൾ. In a world moving this fast, staying still is not an option. ജസ്റ്റ് ഒരു ഹാഫ് ആൻ അവറിൽ ലോകം ചുറ്റാൻ പറ്റും. മേ ബി പോസിബിൾ ഇൻ ഫ്യൂച്ചർ. ഇതിപ്പോ ഇത്ര സിമ്പിൾ ആയിട്ട് പറയാൻ ഞാൻ ഇലോൺ മസ്ക് ഒന്നല്ലല്ലോ. ബട്ട് ഐ ക്യാൻ ഓഫർ സംതിങ് ഗുഡ്. അരമണിക്കൂറിൽ ലോകം നിങ്ങളിലേക്ക് എത്തിക്കാം. തെരുവ് നായ വിഷയത്തിലെ ഹർജികളിൽ സുപ്രീം കോടതിയിൽ ഇന്നും വാദം തുടരും. സ്വമേധയാ എടുത്ത കേസിലാണ് സുപ്രീം കോടതി 3-അംഗ ബെഞ്ചിൽ വാദം തുടരുന്നത്. നേരത്തെ പുറത്തിറക്കിയ ഇടക്കാല ഉത്തരവ് പ്രകാരം നടപ്പാക്കിയ വിഷയങ്ങളടക്കം കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾ സുപ്രീം കോടതിയെ ധരിപ്പിച്ചു. ഇന്നലെ വാദം കേൾക്കുന്നതിനിടെ കടിക്കാതിരിക്കാൻ ഇനി നായകൾക്ക് കൗൺസിലിംഗ് നൽകാമെന്നും അതുമാത്രമാണ് ബാക്കിയെന്നും മൃഗസ്നേഹികളെ പരിഹസിച്ച് സുപ്രീം കോടതി പറഞ്ഞിരുന്നു. MG മിഥുൻ വിവരങ്ങളുമായി. മിഥുൻ, ആ പരിഹാസം തന്നെയാണ് ഇന്നലെ കോടതിയിൽ നിന്നുണ്ടായതിൽ വെച്ച് ഏറ്റവും ശ്രദ്ധേയം. കാരണം എന്ത് നടപടികൾ സ്വീകരിച്ചാലാണ് ഇവയെ ആളുകളെ ബോധവൽക്കരിച്ചിട്ട് കാര്യമുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ നിലപാട് അറിയിച്ചിട്ടുണ്ടല്ലോ, അതിലെ പരിമിതികളും അറിയിച്ചിട്ടുണ്ടല്ലോ. ഏത് തരത്തിലായിരിക്കും ഇനി വാദം തുടരുക? ശ്രീജ, എന്തായാലും ഈ വിഷയത്തിൽ ഒരു തരത്തിലുമുള്ള നിലപാട് മാറ്റം സുപ്രീം കോടതിയിൽ ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ്. കർശനമായ നടപടികൾ എല്ലാ സംസ്ഥാനവും സ്വീകരിക്കണമെന്നുള്ളത് തന്നെയാണ് സുപ്രീം കോടതി ആവർത്തിച്ച് പറയാൻ പോകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെയും വാദം കേട്ടപ്പോൾ ഈ വിഷയത്തിൽ കൃത്യമായ നിലപാട് എല്ലാ സംസ്ഥാനങ്ങളും സത്യാമൂലം എന്ന രീതിയിൽ സമർപ്പിക്കുകയും ചെയ്തിരുന്നു. അതിൽ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ചില കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു. അതിൽ പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് ഈ വന്ധീകരിച്ചതിന് ശേഷം ഈ പറയുന്ന തെരുവുനായ്കളെ
ഷെൽട്ടർ ഹോമുകളിലേക്ക് മാറ്റണം എന്നുള്ള നിർദ്ദേശം സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. പക്ഷേ അതിനുവേണ്ടിയുള്ള ഷെൽട്ടർ ഹോമുകൾ നിർമ്മിക്കുന്നതിനും അതിനുള്ള സ്ഥലം കണ്ടെത്തുന്നതിനുള്ള പരിമിതികൾ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധവുമായി രംഗത്തുന്നുണ്ട്. അങ്ങനെ ഒരു ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റാനുള്ള ഒരു സാധ്യത കഴിയാത്ത സ്ഥിതിവിശേഷമാണ് കേരള അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഇവർ പറയുകയും ചെയ്തിരിക്കുന്നത്. അക്കാര്യങ്ങൾ എന്തായാലും കോടതി പരിഗണനയിലേക്ക് എടുക്കുമോ അല്ലെങ്കിൽ മുഖവിലേക്ക് എടുക്കുമോ ഒക്കെ എന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും വരും ഓരോ ദിവസം കഴിയും തോറും ഓരോ മണിക്കൂർ കഴിയും തോറും നിരവധി കേസുകളാണ് ഈ തെരുവുനായ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നത്. നിരവധി പേർ മരണപ്പെടുന്ന സ്ഥിതിവിശേഷം, നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്ന സ്ഥിതിവിശേഷം, കൊച്ചുകുട്ടികൾ മുതൽ ആക്രമിക്കപ്പെടുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ എല്ലാ സംസ്ഥാനങ്ങളും ജാഗ്രതയോടെ മുന്നോട്ട് പോകണമെന്നുള്ളത് തന്നെയാണ് സുപ്രീം കോടതിയുടെ ഒരു സമീപനം എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ സംസ്ഥാനങ്ങളുടെ ആശങ്ക പരിഹരിച്ച ഒരു കൃത്യമായ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിക്കൊണ്ട് ഇതിനുവേണ്ടിയുള്ള പോംവഴികൾ അല്ലെങ്കിൽ ഇതിനുവേണ്ടിയുള്ള പരിഹാരം ഉടനടി തന്നെ തീർപ്പാക്കണമെന്നുള്ള ഒരു കർശന ഉപാധിയോടെയുള്ള ചില ഒരു വിധിയായിരിക്കും സ്വാഭാവികമായും സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് വരാൻ പോകുന്നതെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതുതന്നെയാണ് നവംബർ 7 ഈ കേസ് പരിഗണിച്ചപ്പോൾ അന്ന് സുപ്രീം കോടതി കർക്കശമായിട്ടുള്ള ചില നിലപാടുകൾ സ്വീകരിച്ചിരുന്നു. ഒപ്പം തന്നെ കൂടുതൽ നിർദ്ദേശങ്ങൾ സംസ്ഥാനങ്ങൾക്ക് നൽകിയിരുന്നു. 8 ആഴ്ച സമയം തരുന്നു. അതിനുള്ളിൽ തന്നെ ഇക്കാര്യത്തിലൊരു പൂർണ്ണമായ പരിഹാരം വേണം. ഒരു തരത്തിലും സർക്കാർ സ്ഥാപനങ്ങളിലോ ആശുപത്രികളിലോ വിദ്യാലയങ്ങളിലോ പൊതുനിരത്തിലോ ഒന്നും തന്നെ ഈ തെരുവുനായക ശല്യം ഉണ്ടാകാൻ പാടില്ല. അത്തരത്തിലുള്ള കേസുകൾ ഇനി റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ നായകൾ അലിഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ അതിന് ഒരു കൃത്യമായ രീതിയിലുള്ള ഒരു മാസ്റ്റർ പ്ലാൻ സംസ്ഥാനങ്ങൾ തന്നെ തയ്യാറാക്കണം. ഓരോ തദ്ദേശ സ്ഥാപനങ്ങൾ തന്നെ തയ്യാറാക്കണം. അതിൽ പോലീസിൻ്റെ സഹായം വേണമെങ്കിൽ അവരുടെ സഹായം തേടുക. അങ്ങനെ ഒരു ടീമിനെ തയ്യാറാക്കിക്കൊണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും ഇതിൽ കൃത്യമായ നടപടികൾ കൈക്കൊള്ളണമെന്നുള്ളതായിരുന്നു സുപ്രീം കോടതിയുടെ നിർദ്ദേശം. അത് ഒരു പരിധിവരെ പാലിക്കാനായിട്ടുണ്ട് എന്നാണ് എല്ലാ സംസ്ഥാനങ്ങളും പറയുന്നത്. പക്ഷേ പൂർണ്ണമായും അത് പരിഹരിക്കുന്നതിന് വേണ്ടി കൂടുതൽ സമയം ആവശ്യപ്പെടാനുള്ള ഒരു സാധ്യതയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഈ മൃഗസ്നേഹികളുടെ ആവശ്യം അത് പൂർണ്ണമായും തള്ളിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുമെന്നാണ് കരുതുന്നത്. ശ്രീജ, മിഥുനാണ് വിവരങ്ങൾ നൽകിയത്. ഇറാനിൽ പ്രതിഷേധങ്ങൾ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുന്നു. ഇറാനിയൻ സുരക്ഷാ സേന പ്രതിഷേധക്കാരെ കൊലപ്പെടുത്തുന്നത് തുടർന്നാൽ ഡൊണാൾഡ് ട്രംപ് ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖംനേയിയെ കൊല്ലാൻ ഉത്തരവിടുമെന്ന് US സെനറ്റർ ലിൻസെ ഗ്രഹാം മുന്നറിയിപ്പ് നൽകി. ഇതോടെ ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കവും കൂടുതൽ മുറുകുകയാണ്. MG മിഥുൻ വിവരങ്ങളുമായി ഒരിക്കൽ കൂടി ചേരുന്നു. മിഥുൻ, അമേരിക്ക വളരെ കാര്യമായി തന്നെ ഇറാനിലെ സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നുണ്ട്. ഇടപെടേണ്ട സാഹചര്യം ഉണ്ടായാലും ഇടപെടുമെന്ന് നേരത്തെ തന്നെ അമേരിക്ക പറഞ്ഞതുമാണ്. പക്ഷേ ഇപ്പോൾ ഇറാൻ ആഭ്യന്തരമായി നടക്കുന്ന കാര്യങ്ങൾ, കൂടുതൽ ജനങ്ങൾ അയത്തുള്ള അലി ഖമനേയിക്കെതിരെ തിരിയുന്നു. അവിടെ പോലീസിലെ ഒരു വിഭാഗം പോലും ഖമനേയിക്കെതിരെ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നു എന്നൊക്കെയുള്ള വിവരങ്ങൾ വരുമ്പോൾ ഈ ആഭ്യന്തര സാഹചര്യത്തെ കൂടുതൽ അമേരിക്ക മുതലെടുക്കില്ലേ? ശ്രീജ, തീർച്ചയായും അങ്ങനെ തന്നെയാണ് നമുക്ക് കരുതേണ്ടിയിരിക്കുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം അമേരിക്കയും ഒപ്പം തന്നെ ഇറാനുമായിട്ടുള്ള ഈ പ്രശ്നങ്ങൾ അത് ഏറെക്കാലമായി തുടരുന്നതാണ്. ഖമനേയിയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണം ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായത് നമ്മൾ കാണുകയും ചെയ്തതാണ്. എന്തായാലും ഈ വിഷയത്തിൽ നിരവധി വാദപ്രതിവാദങ്ങൾ തുടരുന്നുണ്ട്. കൂടുതൽ ഈ നയതന്ത്ര തലത്തിലടക്കം വലിയ രീതിയിൽ വിഷയങ്ങൾ വഷളായിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ആഭ്യന്തര കലാപം ഉണ്ടായിരിക്കുന്നു. അത് അടിച്ചമർത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഈ ഖമനേയി ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ട് എങ്കിൽ പോലും തന്നെ ഓരോ ദിവസം കഴിയുമ്പോഴും അതിൻ്റെ തോത് കൂടി വരുന്നു. ഇതിൻ്റെ പ്രതിഷേധത്തിൻ്റെ അളവ് കൂടി വരുന്നു. കൂടുതൽ ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇറാൻ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. തുടക്കത്തിൽ 2 ഇടങ്ങളിൽ മാത്രമായിരുന്നു ഈ ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്നിപ്പോൾ 11ാം ദിവസത്തേക്ക് ഈ ഒരു പ്രതിഷേധം കടന്നിരിക്കുന്നു. സേനാ വിഭാഗങ്ങളും ഒപ്പം തന്നെ പ്രതിഷേധക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ 11ാം ദിവസത്തിലേക്ക് കടന്നപ്പോൾ തന്നെ 31 പ്രവിശ്യകളിൽ ഏതാണ്ട് 29 പ്രവിശ്യകളിലും സമാനമായ രീതിയിലുള്ള ഏറ്റുമുട്ടൽ തുടരുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ഒരു തരത്തിലും ഉടൻ തന്നെ തിരിച്ച് ഈ ഒരു സമാധാനം പുനഃസ്ഥാപിക്കാനാകുമെന്ന തരത്തിലുള്ള ഒരു വാർത്തയും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ശുഭസൂചനയും ഇതുവരെയും ഇറാനിൽ നിന്ന് വരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതിനിടയിലാണ് ഇങ്ങനെ അമേരിക്കയുടെ ഭീഷണി നിലനിൽക്കുന്നത്. അമേരിക്കയുടെ ഒരു കടന്നുകയറ്റമോ അല്ലെങ്കിൽ ഒരു സൈനിക നടപടിയോ അവിടെ ഉണ്ടാകാനുള്ള സാധ്യത അവർ മുൻകൂട്ടി കാണുകയും ചെയ്തു. അതിലാണിപ്പോൾ ഒരു അമേരിക്ക തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരു പക്ഷേ ഖമനേയിയെ വധിക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക്, അത്തരത്തിലുള്ള ക്രൂരമായ നടപടികളിലേക്ക് ഒരു പക്ഷേ അമേരിക്ക
കടന്നേക്കാമെന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം സമീപകാലത്ത് ഉണ്ടായിട്ടുള്ള സംഭവവികാസങ്ങൾ വെനസ്വേലയിലടക്കം അവിടുത്തെ പ്രസിഡന്റിനെ അടക്കം തട്ടിക്കൊണ്ടുപോവുകയും കയ്യാമം വെച്ച് കൊണ്ടുപോവുകയും ഒക്കെ ചെയ്ത് നമ്മൾ കണ്ടതാണ്. അതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ചില ഒരുക്കങ്ങൾ ഇറാനിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചില അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. ഖമനേയി നാടുവിടാൻ പോകുന്നു, റഷ്യയിൽ അഭയം പ്രാപിക്കാൻ പോകുന്നു എന്നുള്ള ചില അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. അത് തള്ളിക്കൊണ്ട് ഇറാൻ ഭരണകൂടം തന്നെ രംഗത്ത് വന്നിരുന്നു. ഈ ഒരു ഘട്ടത്തിൽ ഖമനേയി നാട് വിട്ടുപോയാൽ അത് വലിയ തിരിച്ചടിയായിരിക്കും ഇറാനെ സംബന്ധിച്ച് നേരിടാൻ പോകുന്നത്. അത് മറ്റ് രാജ്യങ്ങൾക്ക് തങ്ങളുടെ രാജ്യത്തിലേക്ക് കടന്നു കയറാനുള്ള ഒരു അവസരം അല്ലെങ്കിൽ അതിനൊരു വഴിയൊരുക്കും. ഒപ്പം തന്നെ ഭരണത്തെ അട്ടിമറിക്കാനുള്ള ഒരു വലിയ സഹായം ചെയ്തു കൊടുക്കുന്നതിന് തുല്യമായി അത് മാറുകയും ചെയ്യുമെന്നുള്ള വിലയിരുത്തൽ കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ കൂടുതൽ കടുത്ത നടപടികളിലേക്ക് കടക്കേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ചില ഇളവുകൾ ഈ നികുതി ഇനത്തിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് എങ്കിൽ പോലും തന്നെ ഈ പ്രതിഷേധക്കാർ അതിനൊന്നും തന്നെ അത് കേൾക്കാനോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് പിന്തിരിയാനോ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ഒരു ചർച്ചയ്ക്ക് സ്കോപ്പ് ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ പോലും സംശയം നിലനിൽക്കുന്നു. എന്തായാലും ആഭ്യന്തര കലാപം അതിൻ്റെ ഉച്ചസ്ഥായിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ്. അതിൽ നിന്ന് മുക്തനാവാൻ അല്ലെങ്കിൽ മുക്തയാവാൻ ഇത്തരത്തിൽ ഇറാൻ എന്ന രാജ്യത്തിന് ഇനി എത്രത്തോളം സാധിക്കുമെന്നുള്ളതാണ് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നത്. അതിനിടയിലുള്ള ഈ ഭീഷണികൾ അമേരിക്കയ്ക്ക് പുറമെ ഇസ്രായേലും രംഗത്തുണ്ട് ഇങ്ങനെയൊരു ആക്രമണവുമായി ബന്ധപ്പെട്ട്. അതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇനി എന്ത് തീരുമാനമായിരിക്കും അല്ലെങ്കിൽ എന്ത് നടപടിയായിരിക്കും ഖമനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതാണ് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത്. ശ്രീജ. ശരി, MG മിഥുനാണ് വിവരങ്ങൾ നൽകിയത്. ഗ്രീൻലാൻഡുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അടുത്തയാഴ്ച ചർച്ച നടക്കുമെന്ന് അമേരിക്ക. US-ഉം ഡെൻമാർക്കും തമ്മിൽ സർക്കാർ തലത്തിലായിരിക്കും ചർച്ച. ദ്വീപിന്റെ നിയന്ത്രണം ഏറ്റെടുക്കണമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആവശ്യത്തെ തുടർന്ന് സംഘർഷം രൂക്ഷമാകുന്നതിനിടെയാണ് വിഷയത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ച നടക്കുന്നത്. ഗ്രീൻലാൻഡിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിനെ കുറിച്ചുള്ള ചോദ്യത്തിന് US സൈന്യം എപ്പോഴും തയ്യാറാണ് എന്നായിരുന്നു ട്രംപിന്റെ മറുപടി. MG മിഥുൻ തന്നെ വിവരങ്ങൾ നൽകും. മിഥുൻ, ഗ്രീൻലാൻഡ് വിൽക്കാൻ വെച്ചിട്ടില്ല എന്നതാണ് ഡെൻമാർക്കിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രതികരണം എന്നതുകൂടി ശ്രദ്ധേയമാണ്. പല കാരണങ്ങളുണ്ട് ട്രംപിന് ഗ്രീൻലാൻഡ് സ്വന്തമാക്കുന്നതിന്. സൈനികമായും സാമ്പത്തികമായും പല പല കാരണങ്ങളുണ്ട്. വെനസ്വേലയ്ക്ക് പിന്നാലെ ഗ്രീൻലാൻഡ് ഉണ്ടാകും എന്ന് തന്നെയാണോ പൊതുവെ അമേരിക്കയിൽ നിന്ന് വരുന്ന വാർത്തകൾ? ശ്രീജ, കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൗസിൽ നിന്നുള്ള ഒരു പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നത് തന്നെ ഗ്രീൻലാൻഡ് ഉടനടി തന്നെ പിടിച്ചെടുക്കുമെന്നുള്ള വ്യക്തമായ വിവരങ്ങൾ നൽകുന്നത് തന്നെയാണ് എന്ന് നമുക്ക് കണക്കാക്കപ്പെടേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് നമുക്കറിയാം, ആദ്യമായല്ല ഇങ്ങനെ ഒരു ആവശ്യം ഗ്രീൻലാൻഡിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് അമേരിക്കയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ആദ്യം 1946 അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ഹാരി ട്രൂമാൻ ആയിരുന്നു ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾക്ക് ആദ്യം തിരികൊളുത്തുകയും അത് സംബന്ധിച്ചുള്ള ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തത്. അന്ന് അത് ലക്ഷ്യം കാണാതെ പോയി. പിന്നീട് 2019 അമേരിക്കൻ പ്രസിഡന്റായിരുന്ന അതായത് ഡൊണാൾഡ് ട്രംപ് തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന കാലത്താണ് വീണ്ടും ഈ ഒരു വിഷയം പൊതുമധ്യത്തിലേക്ക് വരികയും ഈ ഒരു ആവശ്യം വീണ്ടും ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തത്. അപ്പോഴും ഇതിൽ ഒരു ചില ചർച്ചകൾ നടന്നിട്ടില്ല എങ്കിൽ പോലും തന്നെ ഈ ആവശ്യം അവർക്ക് അംഗീകരിക്കാതെ അത് തള്ളിക്കളയുന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ പക്ഷേ ഡൊണാൾഡ് ട്രംപ് രണ്ടും കൽപ്പിച്ചാണ് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. കാരണം പ്രത്യേകിച്ച് അവരുടെ കമാൻഡ് ഇൻ ചീഫിനാണ് ഇതിൻ്റെ നടപടികൾ, അതായത് ഈ സൈനിക നടപടികൾ ഏതെങ്കിലും സ്വീകരിക്കണമെങ്കിൽ കമാൻഡ് ഇൻ ചീഫിന് നിർദ്ദേശം നൽകിയാണ് അമേരിക്കൻ പ്രസിഡന്റുമാർ ചെയ്യാറുള്ളത്. അതേ രീതിയിൽ തന്നെയുള്ള നിർദ്ദേശം കമാൻഡ് ഇൻ ചീഫിന് നൽകിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വൈറ്റ് ഹൗസ് പുറപ്പെടുവിച്ചിട്ടുള്ള പ്രസ്താവനയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഉടനടി തന്നെ ഒരു സൈനിക നടപടിയിലൂടെ ആ ഒരു ദ്വീപിനെ, അതായത് ലോകത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ദ്വീപുകളിലൊന്നായിട്ടുള്ള ഗ്രീൻലാൻഡിനെ പിടിച്ചടക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ, അതിൻ്റെ ആ കാര്യങ്ങൾ ആലോചനയിലാണ്, ട്രംപിൻ്റെ ആലോചനയിലുണ്ട് എന്ന രീതിയിലായിരുന്നു ഈ പ്രസ്താവനകൾ. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഒരു ചർച്ചയ്ക്ക് വഴിയൊരുങ്ങിയിരിക്കുന്നത്. ആദ്യമായാണ് ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക്, അതായത് സർക്കാർ തലത്തിലൊരു ചർച്ചയ്ക്ക് ഈ ഒരു വിഷയത്തിൽ വഴിയൊരുങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നാറ്റോ രാജ്യങ്ങൾ ഉൾപ്പെടെ ഈ ഒരു തീരുമാനത്തിൽ നിന്ന് പിന്തിരിയണമെന്നുള്ള ആവശ്യവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷേ അതിലും അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞ കാര്യമുണ്ട്. നാറ്റോയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യം അമേരിക്കയാണ്. തങ്ങളെ പിന്തള്ളിക്കൊണ്ട് അല്ലെങ്കിൽ തങ്ങളുടെ ആവശ്യത്തെ പരിഗണിക്കാതെ ഒരു തരത്തിലും ഈ രാജ്യങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അങ്ങനെ ഒരു തീരുമാനം കൈക്കൊണ്ടാൽ, ഡെൻമാർക്ക് അടക്കമുള്ള രാജ്യങ്ങൾ അങ്ങനെ ഒരു തീരുമാനം കൈക്കൊണ്ടാൽ അത് വരാൻ പോകുന്ന ഭവിഷ്യത്തുകൾ എന്താണെന്ന് നിങ്ങൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ സൈനിക തരത്തിലുള്ള നടപടിയായി അതിനെ നിങ്ങൾ വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ഒരുക്കാതിരിക്കുക, അതിന് പകരം തങ്ങളുടെ ആവശ്യം എന്താണോ അതിനുവേണ്ടി ഒപ്പം നിൽക്കുക എന്നുള്ളതായിരുന്നു ട്രംപിൻ്റെ ഒരു പ്രതികരണം വരികയും ചെയ്തത്. എന്തായാലും ഇപ്പോൾ ചർച്ച അടുത്ത ആഴ്ചയാണ് നടക്കാനിരിക്കുന്നത്. അതിൽ ഡെൻമാർക്കിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഔദ്യോഗിക
പ്രതികരണം ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ്. മാർക്കോ റൂബിയാണ് ഇത് സംബന്ധിച്ച ചില പ്രതികരണങ്ങൾ നൽകിയിരിക്കുന്നത്. ചർച്ചയ്ക്ക് വഴിയൊരുങ്ങിയിരിക്കുന്നു. അടുത്ത ആഴ്ച ചർച്ച നടക്കും. ഡെൻമാർക്കിന്റെ പ്രതിനിധികളും US പ്രതിനിധികളുമായി ആദ്യഘട്ടത്തിൽ ചർച്ച നടക്കും. പിന്നീട് പ്രസിഡന്റ് തലത്തിലുള്ള ചർച്ചകളിലേക്ക് കാര്യങ്ങൾ പോവുകയും ഈ ദ്വീപ്, ഗ്രീൻലാൻഡ് എന്ന ദ്വീപ് അമേരിക്കയുടെ ഭാഗമായി ഉടൻ തന്നെ എത്തിച്ചേരുമെന്നുള്ള ചില വിവരങ്ങളും മാർക്കോ റൂബിയാണ് നൽകിയിരിക്കുന്നത്. അതിലൊരു ഔദ്യോഗിക സ്ഥിരീകരണം കൂടി ഇനി വരേണ്ടതുണ്ട്. ശ്രീജ. ശരി, MG മിഥുനാണ് വിവരങ്ങൾ നൽകിയത്. വെനസ്വേലയിലേക്കുള്ള എണ്ണ ടാങ്കർ അമേരിക്ക പിടിച്ചെടുത്തു. റഷ്യൻ പതാകയുള്ള ടാങ്കറാണ് ഫെഡറൽ കോടതി പുറപ്പെടുവിച്ച വാറന്റിന്റെ അടിസ്ഥാനത്തിൽ അറ്റ്ലാന്റിക്കിൽ വെച്ച് പിടിച്ചെടുത്തത്. ഉപരോധങ്ങൾ ലംഘിച്ചതിന് നീതിന്യായ വകുപ്പും യുദ്ധവകുപ്പും ബെല്ല 1 പിടിച്ചെടുക്കാനുള്ള പ്രവർത്തനം നടത്തിയതായി US യൂറോപ്യൻ കമാൻഡ് വ്യക്തമാക്കി. വിജയുടെ അവസാന ചിത്രം ജനനായകൻ റിലീസിൽ മാറ്റിവെച്ചെന്ന് നിർമ്മാതാക്കളായ KVN പ്രൊഡക്ഷൻസ്. ഒഴിവാക്കാനാവാത്ത കാരണങ്ങളാൽ റിലീസ് മാറ്റിവെക്കേണ്ടി വന്നു എന്നാണ് നിർമ്മാതാക്കളുടെ വിശദീകരണം. പുതിയ റിലീസ് തീയതി പ്രഖ്യാപിച്ചിട്ടില്ല. റിലീസ് നിശ്ചയിച്ചിരുന്ന നാളെ രാവിലെ മദ്രാസ് ഹൈക്കോടതി ചിത്രത്തിന്റെ സെൻസർ വിഷയത്തിൽ വിധി പറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം ഇത് കോടതി ലിസ്റ്റ് ചെയ്തിട്ടില്ല എന്ന വിവരങ്ങളും ഇപ്പോൾ പുറത്തുവരുന്നുണ്ട്. മതവികാരം വ്രണപ്പെടുത്തുന്നു എന്നാരോപിച്ച് ലഭിച്ച പരാതിയെ തുടർന്ന് ചിത്രം റിവൈസിംഗ് കമ്മിറ്റിക്ക് വിടാൻ സെൻസർ ബോർഡ് തീരുമാനിച്ചിരുന്നു. തുടർന്നാണ് അന്യായമായ ചിത്രത്തിന്റെ റിലീസ് വൈകിപ്പിക്കുന്നുവെന്ന് കാണിച്ച് നിർമ്മാതാക്കൾ കോടതിയെ സമീപിച്ചത്. ജനനായകന് പകരം പലയിടത്തും ശിവകാർത്തികേയൻ ചിത്രം പരാശക്തിയുടെ ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട്. 9 മണി വാർത്ത പൂർണ്ണമാവുകയാണ്. ഇനി പുതിയ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിലേക്ക് പോകും തൊട്ടു മുൻപ് എങ്ങനെയാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് വിജയിക്കേണ്ടത് എന്നതിനുള്ള പല തന്ത്രങ്ങളും മുന്നണികൾ തയ്യാറാക്കുകയാണ്. ഇന്നലെ രാത്രിയിലെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലെ വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. കോൺഗ്രസ് മറ്റൊരു പദ്ധതി തയ്യാറാക്കുന്നു, BJPയും പദ്ധതി തയ്യാറാക്കുന്നു. എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? വളരെ വിശദമായി തന്നെ പുതിയ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ, ചർച്ചകൾ, ആലോചനകൾ ഇതൊക്കെ ന്യൂസ് ട്രെൻഡ്സ് ചർച്ച ചെയ്യും. ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.